ആരാധ്യരായ സുഹൃത്തുക്കളെ, സുമനസ്സുകളെ, മീൻ പിടുത്തം കഴിഞ്ഞാലും മീൻ പിടിക്കുന്ന തൊഴിലാളികൾ കരയിൽ വന്നിട്ട് സമുദ്രത്തെ നോയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരാഴ്ച മുഴുവൻ സമുദ്രത്തിലായിരുന്നിരിക്കും അവർ. പിന്നെ നോക്കുന്നത് എന്താ വെച്ചാൽ ആ സമുദ്രം എന്ന മഹാത്ഭുതത്തിൻ്റെ 1 കോടിയുടെ ഒരു ഭാഗം പോലും അവർ കണ്ടിട്ടില്ല. ആ ബോട്ട് പോണ സ്ഥലവും അത് ഒഴിച്ച് എത്ര മഹാത്ഭുതങ്ങളാണ്. വിജ്ഞാനങ്ങൾക്കും ഇതുപോലെയാണ്. വാതിൽ കൂട്ടി ഇനി ആരും കയറണ്ടെന്ന് പറഞ്ഞ മാതിരി എനിക്കെല്ലാം ആയി എന്നുള്ളൊരു ധാരണയല്ല. എത്രയോ പരന്നു കിടക്കുന്ന വിജ്ഞാനശാഖയുണ്ട് അനവധി വിഷയങ്ങളിൽ. ഒരു വിഷയത്തിൽ മാത്രമല്ല, വേറെ പല വിഷയത്തെയും എതിർക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മളത് പഠിക്കാതെ പോകുന്നു. എനിക്ക് ചെറുപ്പം മുതലുള്ള ഒരു വാസനയാണ് ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയെന്നും വായന, മെഡിറ്റേഷൻ, രചന, പ്രഭാഷണം ഇത് മാത്രമേ ഇപ്പോൾ ജീവിതത്തിലുള്ളൂ. പണ്ടേ അങ്ങനെയാണ്. അപ്പോൾ പ്രകൃതിയുമായിട്ട് നമ്മളൊന്ന് അലിഞ്ഞു ചേരുമ്പോൾ പല വിജ്ഞാനവും പ്രകൃതിയിൽ നിന്ന് കിട്ടും. ചെരുപ്പിടാതെ നടക്കണം, വൃക്ഷങ്ങളോട് സംസാരിക്കണം, ചെടികളോട് വർത്തമാനം പറയണം. ഒന്നടുത്തേക്ക് ചെല്ലുകയും ഒരു കുശലം ചോദിക്കുകയും ചെയ്യുമ്പോൾ ഈ ചെടികൾക്കുള്ള സന്തോഷം എന്താണെന്ന് നമ്മൾ അനുഭവിക്കും പറയാം. ചെടി നിങ്ങളോടൊന്നും പറഞ്ഞു കേട്ടില്ലല്ലോ. അതിപ്പോൾ ഒരു 6 മാസം പ്രായമായ കുട്ടി ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ലല്ലോ. പക്ഷെ ആ കുട്ടി അമ്മയായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ലേ? അങ്ങനെ ഭാഷയ്ക്ക് അതീതമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഒരു ശക്തിവിശേഷവും ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു ചികിത്സ കഴിഞ്ഞ് ഡോക്ടർ പറയും വെയിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് പ്രകൃതിയായിട്ട് ചേരുക എന്നാണ്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, ഇവിടെ ഇപ്പോൾ ഒരു അത്ഭുതം നടക്കും. ഇങ്ങനത്തെ അത്ഭുതങ്ങളുടെ ധാരാളം അനുഭവങ്ങൾ എനിക്ക് പറയാൻ ഉണ്ട്. മിക്കവാറും ഞാൻ ഗ്രൂപ്പിൻ്റെ കൂടെ പോയിരുന്നാലും അവിടുന്ന് അങ്ങോട്ട് ഞാൻ ഏകനായിട്ടാണ് പോകുക. ഹിമാലയത്ത് പോയിരുന്നാലും ഇന്ത്യയുടെ എവിടെ പോയിരുന്നാലും ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന PR-നെ കാണാറില്ലല്ലോ നാളുകൾ പറയും. ഞാൻ ഒറ്റയ്ക്കൊരു പോക്കാണ്. എന്നിട്ട് വൈകുന്നേരം എത്തേണ്ട സമയത്തേക്ക് എത്തും. ആ പതിവ് ട്രാക്കിൽ കൂടെ അല്ല പോവുക. അങ്ങനെ പർവ്വത പ്രദേശങ്ങളിലും ഒറ്റയ്ക്കിരിക്കുന്നവരും ഗുഹയിലിരിക്കുന്നവരൊക്കെ ധാരാളം സുഹൃത്തുക്കൾ ഉണ്ട്. തിരുവണ്ണാമല, ചിദംബരം, കൊടജാദ്രി, അങ്ങനെ അനവധി സ്ഥലങ്ങൾ പറയാനുണ്ട്. ഈ ഒറ്റയ്ക്കിരിക്കുന്നവരിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരു ഗ്രൂപ്പിനോട് ചേർന്നിട്ട് അവരൊരു പള്ളിക്കൂടത്തിലേക്ക് വേണ്ടി പരീക്ഷ പാസ്സായവരല്ല. അവർക്ക് വളരെ വലിയ അനുഭവം പറയാനുണ്ട്. അതുകൊണ്ട് അവർ ഒറ്റയ്ക്കായത്. ആദ്യം പ്രാഥമികമായിട്ട് പറയുകയാണ്, ഒരു പുസ്തകത്തിലും ഇല്ലാത്തതും ഒരു ഗൂഗിളിൽ നിന്ന് തിരഞ്ഞാൽ കിട്ടാത്തതുമായിട്ടുള്ള എത്രയോ വിജ്ഞാനങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത് ഒരു ഗുരു ശിഷ്യന് കൈമാറുന്നതാണതൊക്കെ. പുസ്തകത്തിൽ നിന്ന് കിട്ടില്ല, നമ്മൾ വായിച്ചാൽ തിരഞ്ഞു കിട്ടില്ല. ഒരു ഗുരുമുഖത്തു നിന്നും നമുക്ക് കിട്ടേണ്ടതാണ്. നമ്മുടെ ആദ്യ ഗുരു പതഞ്ജലി മഹർഷി. പതഞ്ജലി മഹർഷി വേറെ ഗ്രഹത്തിൽ നിന്ന് പറഞ്ഞാണ്. വേറെ ഗ്രഹത്തിൽ നിന്നും ഈ ഭൂമിയിൽ വന്ന് ക്യാമ്പടിക്കുന്നവരുടെ ഒരു ഗ്രാമം തന്നെയുണ്ട്. അത് വേറൊരു വിഷയമാണ്. ഷാംഗ്രില എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. ഹിമാലയത്തിലാണ്. ഈ ഗുരുനാഥൻ പല കാര്യങ്ങളും ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. ഈ ഗുരുനാഥൻ വഴിയാണ് വലിയ താന്ത്രികമായ വിഷയങ്ങൾ ശിഷ്യന്മാർ അറിയുന്നത്. ഗുരുവും ശിഷ്യന്മാരും കൂടി സംസാരിക്കുമ്പോൾ ഗുരുവിൻ്റെ മുഖം കാണില്ല. പനമ്പട്ട കൊണ്ട് മറച്ച അപ്പുറത്താണ് ഗുരു
ഇരിക്കുക. എന്തിനാ ഇരിക്കണമെന്ന് ചോദിച്ചാൽ ശിഷ്യന്മാർ ഇമ വെട്ടുന്നുണ്ടോ എന്ന് അറിയാനാണ്. അതിനങ്ങനെ ഇരിക്കണം. ഗുരു ഒരു ദ്വാരത്തിൽ കൂടെ നോക്കുമ്പോൾ ഏതെങ്കിലും ശിഷ്യൻ ഒന്ന് ഇമ വെട്ടുന്നുണ്ടോ എന്ന്. ഇമ വെട്ടുന്നവർക്കുള്ളതല്ല വിജ്ഞാനം. ആദ്യം ഇതേമായുള്ള വിജ്ഞാനം ഇമ വെട്ടുന്നവരോ എനിക്കറിയാം മനസ്സിലായി ബാക്കി പറ അവർക്കുള്ളതല്ല. ഒരു തവണ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിൻ്റെ മുഖം ഒന്ന് കാണാൻ വേണ്ടി ഒരു ദ്വാരമുണ്ടാക്കി അപ്പുറത്തേക്ക് നോക്കി. കണ്ടത് ഒരു സർപ്പത്തെയാണ്. നമ്മുടെ ആദ്യ ഗുരു. സർപ്പം എന്ന് പറഞ്ഞാൽ അനാദി, തുടക്കവുമില്ല അവസാനവും ഇല്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന പ്രതീകങ്ങളൊക്കെ അനന്തനെ സർപ്പം എന്ന് പറയാൻ കാരണം നമ്മൾ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ സർപ്പമായിട്ട് ബന്ധമുണ്ട്. ഏതൊന്ന് ഉദാഹരണം പറയുമ്പോഴും ആ വ്യക്തിയിൽ ഏതൊന്നിനെ ആരോപിക്കുന്നു അത് ഈ വ്യക്തിയിലുണ്ട്. അങ്ങനെയുള്ള വിജ്ഞാനങ്ങൾ പുസ്തകത്തിൽ രചിക്കപ്പെടാത്തത് ഗുരു ശിഷ്യ സമ്പർക്കം വഴി ഭാരതത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയിലും വരാത്ത അനവധി കാര്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിലത്തെ എല്ലാ ടെക്സ്റ്റ് ബുക്കും അത് ആര് രചിച്ചുവോ അവരൊട്ടും പഠിക്കാത്തവരും പള്ളിക്കൂടത്തിൻ്റെ പടി കാണാത്തവരാണ്. ആയുർവേദ ഗ്രന്ഥങ്ങൾ മുഴുവൻ ആയുർവേദം പഠിച്ചവരൊന്നുമല്ല, ഒരു ബിരുദമില്ലാത്തവരാണ്. ഉള്ളവർ തന്നെ അത് വിട്ട് ഇപ്പോൾ ഹോമിയോപ്പതിയെ പറ്റി അതിൻ്റെ ആചാര്യൻ ഹാനിമാൻ പഠനം വിട്ട് അലോപ്പതി പഠനം വിട്ട് മാറി ഇത് ശരിയല്ല എന്ന് പറഞ്ഞാണല്ലോ അദ്ദേഹം വന്നത്. ഇത്തരം വിജ്ഞാനങ്ങൾ കിട്ടുമ്പോഴാണ് നമ്മൾ അറിവിൻ്റെ പുതിയ മേഖലയിലേക്ക് വരുന്നത്. എൻ്റെ അനുഭവത്തിൽ തന്നെ എത്രയോ ദിനരാത്രങ്ങൾ ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാരുടെ കൂടെ കൂടി രാവിലെ വരെയും പുലർച്ചെ വരെയും ആണ് ഡിസ്കഷൻ. ഗുരുക്കന്മാർ പറഞ്ഞ് കേൾക്കുന്നത്, ഞാനും സംസാരിക്കാറുണ്ട്, ഗുരുക്കന്മാരും പറഞ്ഞു. കൃഷ്ണന്റെ ചലനങ്ങളെ കുറിച്ചാണ്. പക്ഷെ കാണിപ്പയ്യൂരിൻ്റെ ഡിക്ഷണറി ഒന്ന് എടുത്തു നോക്കുക, ആധികാരികമായിട്ട് അംഗീകരിച്ചതാണ്. കൃഷ്ണനെ കുറിച്ചിട്ട് പറയാൻ 5 മിനിറ്റിനുള്ളിൽ പഠിച്ചു കേൾക്കാം. കൃഷ്ണൻ അർത്ഥം എന്ത്? മഹാഭാരതത്തിലൊരു കഥാപാത്രം, കൃഷ്ണന്റെ മീനിങ്ങാണ്. അങ്ങനെ 2-3 മഹാഭാരതത്തിലെ കഥാപാത്രം കഴിഞ്ഞാൽ പിന്നെയുള്ള അർത്ഥം എന്താ അറിയോ? ക്ലാവ് പിടിക്കില്ലേ, ക്ലാവ്, കരിഞ്ചീരകം, കൃഷ്ണന്റെ അർത്ഥം കുരുമുളക്. ഇങ്ങനെ ഒരു 7 മീനിങ് ഉണ്ട്. 7 മീനിങ്ങിൽ ഒരു മീനിങ് പോലും കൃഷ്ണ ശബ്ദത്തിൻ്റെ അർത്ഥമോ ഗാർഗമുനി എന്തുകൊണ്ടാണ് ഇങ്ങനെ പേരിട്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ മറഞ്ഞിരിക്കുന്നത് വേദങ്ങളെ തമിഴിൽ പറയുന്ന വാക്കാണ് മറ എന്നാ പറയുന്നത്. നമ്മൾ മറ നീക്കുക എന്ന് പറയും. ഒരു ഗുരുനാഥൻ വഴി നമുക്ക് മറ നീക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങൾ അറിയുക. നമ്മുടെ സിദ്ധവൈദ്യം തുടങ്ങി എല്ലാ ശാഖകളും ഗുരുവിൽ നിന്ന് ഇമ വെട്ടാതിരിക്കുന്ന ശിഷ്യന് കിട്ടേണ്ടതാണ്. ബാക്കി വിജ്ഞാനത്തെ നമ്മൾ മോശമാണെന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് പാരമ്പര്യമായിട്ട് യഥാർത്ഥ വൈദ്യനാണെങ്കിൽ ആ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന കഴിവ് വേറെ ആൾക്ക് കിട്ടണമെന്ന് ഇല്ല. ഏതൊന്ന് പുസ്തക രൂപത്തിൽ വരുന്നുവോ ഇതിൻ്റെ ശക്തി പോയി. കവിത എന്ന് പറഞ്ഞാൽ തന്നെ തർജ്ജമയിൽ നിന്നും തർജ്ജമയിലൂടെ നശിച്ചു പോണതെന്നാണ്. പിന്നെ ഇങ്ങനെ കവിത തർജ്ജമ ചെയ്യുന്നത്? തർജ്ജമ ചെയ്താൽ ശരിയാവില്ല.
അപ്പോൾ ഇന്ന് സംസാരിക്കുന്ന വിഷയത്തിന് ആമുഖം തന്നെ അത് പറഞ്ഞത് റെക്കി എന്നൊരു ചികിത്സാ രീതി ഉണ്ട്. ആ റെക്കി ഭാരതത്തിലേക്ക് വന്ന് വളരെ പ്രചാരം സിദ്ധിക്കുമ്പോൾ ഒരു 40 വർഷം മുമ്പ് തന്നെ ഞാനത് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് ഞാനത് പഠിക്കുകയോ മനസ്സിലാക്കുകയോ ഗുരുക്കന്മാരിൽ നിന്ന് മനസ്സിലാക്കുകയോ ചെയ്ത വിഷയമാണ്. ഈ റെക്കി ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വിചാരിക്കുന്നത് രോഗം വന്നാൽ രോഗം വരൽ മാത്രമല്ല, മറ്റൊരാളുടെ ജീവിതത്തിനെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയും. വൃക്ഷങ്ങൾ ധാരാളം ഫലങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാൻ കഴിയും. പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടണമെങ്കിൽ ഈ റെക്കി ചെയ്യുന്ന ആളെ ആ പ്രശ്നങ്ങൾ അറിയണമെന്നില്ല. ഇപ്പൊ നമ്മളുടെ ഒരു വിചാരം എന്താന്ന് വെച്ചാൽ, സാധാരണ ഭക്തന്മാരില്ലേ, അവിടെ പോയിട്ട് ദൈവത്തോട് പറയണം. ദൈവത്തിന് അറിയാത്ത കാര്യമുണ്ടോ? എന്തിനാ പറയണം? നമ്മുടെ ഒരു വിഡ്ഢിത്തരം. നമ്മൾ പറയാതെ എങ്ങനെ അറിയാം? ഒരു ബിഷഗ്വരനോട് പോലും നമ്മുടെ രോഗമൊന്നും പറയണ്ട, ആളെ കാണുമ്പോൾ മനസ്സിലാവും. നമ്മുടെ ചുറ്റുമുള്ള ഓറ കാണുമ്പോൾ ഏതൊക്കെ സൂക്കളാണുള്ളത് മരണത്തെ 9 മാസം മുമ്പ് മനസ്സിലാകുക വരെ ചെയ്യും. അത് പറയാൻ അറിയിക്കുന്ന ആളുകളെ പറഞ്ഞോളണമെന്നില്ലെങ്കിൽ പോലും അതറിയും. ആധാരചക്രങ്ങളിൽ എവിടേക്കാണ് ബ്ലോക്ക്, ഇവരെന്ത് ചെയ്യണം, ഏത് പ്രദേശത്തേക്ക് പോയാൽ ഇവർക്ക് ഗുണം കിട്ടും. ഈ വിജ്ഞാനവുമായിട്ട് നമ്മളെ ഒന്ന് ബന്ധപ്പെടുത്താത്തോടത്തോളം കാലം ഇപ്പോഴത്തെ വിജ്ഞാനത്തിൻ്റെ ഒരു പരിമിതി എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ ടെലിവിഷൻ ഉണ്ട്. ആ ടെലിവിഷൻ്റെ അകത്ത് പാറ്റിയും കൂടെയൊക്കെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ പാറ്റിയും കൂടെയും പറയാം, ഞങ്ങൾ ഇവിടെ തന്നെയാണ് പെരുകി വളർന്നിരിക്കുന്നത്. ടെലിവിഷൻ്റെ അകത്താ താമസം, പുറത്തുകൂടെ ഓടി നടക്കുന്നുണ്ട്. ആ ടി വിയെ കൊണ്ട് ഈ പാറ്റയ്ക്കും കൊതുവിനും ഒരു ഗുണവുമില്ല. ഞാൻ ജനിച്ചത് ഇന്ന സ്ഥലത്താണ്. ആ സ്ഥലത്ത് കണ്ണു കാണാത്തവരില്ലേ, കാത് കേൾക്കാത്തവരില്ലേ, അവിടെ ദുഃഖങ്ങളില്ലേ, പിന്നെ എങ്ങനെ പുണ്യസ്ഥലമാവണം? പക്ഷേ ഈ പാറ്റയും കൂടിയും പറയുന്ന പോലെയാണ്, എപ്പോ ഒരു ഗുരുനാഥൻ വഴി ഒരു റിമോട്ട് പ്രവർത്തിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുവോ, ആ റിമോട്ടിൽ എവിടെ വിരലമർത്തണമെന്ന് നാം മനസ്സിലാക്കുമ്പോൾ വേറൊരാൾക്ക് കിട്ടാത്ത എന്തൊക്കെയോ പിക്ചറുകൾ അവിടെ നിന്നും വരികയാണ്. 145 നടിക്കുമ്പോൾ ഏതൊക്കെ പിക്ചറുകൾ. അപ്പൊ ടി വി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് ടി വി അല്ല, ടി വിയിൽ ഒരു ചാനലാണ്. ആ ചാനലിനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ ഒരു ഗുരുനാഥൻ വേണം. ഒരു ഗുരുനാഥനില്ലാതെ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ പ്രപഞ്ചത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന വളരെ വലിയൊരു ശക്തിവിശേഷമുണ്ട്. ആ ശക്തിവിശേഷത്തിൻ്റെ പേരാണ് റെക്കി എന്നത്. ഒരു പ്രത്യേക രീതിയിൽ താളാത്മകമായിട്ട് നമ്മുടെ മനസ്സിനെ ഒരു കൂട്ടി വയ്ക്കുമ്പോൾ നാം റെക്കിയുടെ ഒരു ഭാഗം. റെക്കി വേറൊന്നല്ലാതെ നാം അതിൻ്റെ ഒരു ഭാഗം. വാൽമീകിയുടെ ആശ്രമത്തിൽ ചെന്നിട്ട് രാമൻ സീതയായിട്ടാണ് വന്നിരിക്കുന്നത്, എനിക്ക് താമസിക്കാനൊരു സ്ഥലം വേണമെന്ന് പറഞ്ഞു. വാൽമീകിയോടെ ഒരു പർണശാല എന്തെങ്കിലും വേണം. അപ്പൊ വാൽമീകിയുടെ മുഖം ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്, കണ്ടിട്ടില്ലെങ്കിലും. ചിരിക്കുകയാണോ കരയാണോ ചെയ്യുന്നവ അറിയില്ല. കാര്യം എന്താ വെച്ചാൽ വാൽമീകി ആരാ ഇത് ഈ പറയണത്? ഇവിടുത്തെ സകല ചരാചരങ്ങളും രാമനല്ല. രാമൻ എല്ലാ ചരാചരങ്ങളിലും. ഞാൻ വാൽമീകിയായത് രാമന്റെ നാമം ജപിച്ചുകൊണ്ട് മാത്രം. ആ വ്യക്തിയാണ് ഇപ്പൊ എന്നോട് പറയണത് താമസിക്കാൻ ഒരു സ്ഥലം വേണം. ആരെയും പറയണം. ഇതേമാതിരി ഈ പവർ നമ്മുടെ ചുറ്റുമുണ്ട്.
ആ നമ്മുടെ ചുറ്റുമുള്ള പവറിനെ ചേനലൈസ് ചെയ്ത് എടുക്കുകയാണ് ഒരു റെക്കി മാസ്റ്റർ ചെയ്യുന്നത്. അത് എളുപ്പമല്ല. 4 കൊല്ലം പഠിച്ചുകൊണ്ടോ 5 കൊല്ലം പഠിച്ചുകൊണ്ടോ ട്രെയിൻ ചെയ്തുകൊണ്ടോ അല്ല, ജീവിതമേ അതാക്കി മാറ്റേണ്ടി വരും. ഈ പവർ എങ്ങനെയാണ് പ്രപഞ്ചത്തിലുള്ളത്? ഒരു 45 കൊല്ലം മുമ്പ് തിരുവണ്ണാമല അവിടുത്തെ പർവ്വതസ്ഥാനങ്ങളിലൂടെ ഞാൻ അങ്ങനെ അലയുന്ന അവസരം. മഹാത്ഭുതങ്ങളുള്ള ഒരു സ്ഥലമാണ്. തമിഴ്നാടിനെ നിലനിർത്തുന്നത് ആ പർവ്വത പ്രദേശങ്ങളാണ്. എത്രയോ ഋഷിമാരുണ്ട്. നേരിട്ട് കാണാൻ കഴിയാത്ത അനവധി സിദ്ധന്മാർ അവിടെ നടക്കുന്നുണ്ട്. വെളുത്ത വാവ് ദിവസം ഗിരിവലത്തിന് പോകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ എതിർവശത്ത് കൂടെയാണ് അവർ വരിക. അവരുടെ ശക്തിവിശേഷം നമ്മളെ സ്വാധീനിക്കും. അന്യരുടെ ശക്തിവിശേഷം നമ്മളെ സ്വാധീനിക്കും. കുറെ പേരോടൊക്കെ വിരോധമുണ്ട്. അപ്പൊ റിവഞ്ച് സബ്ജക്റ്റുള്ളൊരു സിനിമ ഉണ്ടെന്ന് തോന്നും. നമുക്ക് ഇന്ന വരെ ഇതേമാതിരി കൊന്നാലോ തോന്നാൻ കാരണം എന്താ? ആ ക്യാരക്ടറുമായിട്ട് നമ്മൾ ഐഡന്റിഫിക്കേഷൻ വന്നു. ടി വിയിലും സിനിമയിലും ചീത്ത കഥകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആദ്യം കഥാപാത്രം സ്ക്രീനിലായിരിക്കും. ക്രമേണ സ്ക്രീനിൽ നിന്ന് അത് നമ്മുടെ മനസ്സിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ചീത്ത കഥകൾ വായിക്കരുത്, ചീത്ത പുസ്തകങ്ങൾ വായിക്കരുത് എന്ന് പറയുന്നത്. നമ്മുടെ അകത്തേക്ക് വന്നത്. ഇതുവരെ അത് പുറത്തായിരുന്നു. അങ്ങനെ ഇരിക്കെ സിദ്ധിവിശേഷമുള്ള വ്യക്തികൾ ഇതേമാതിരിയുള്ള റിമോട്ട് കൺട്രോൾ കയ്യിൽ വെച്ച പോലെ ഇതേപോലുള്ള അനുഭവങ്ങൾ അവർക്കുണ്ടാകുമ്പോൾ വളരെ സിദ്ധന്മാരുടെ പ്രിയപ്പെട്ടവനായിട്ട് മാറുമ്പോൾ അവർ നമ്മളിലൂടെ പ്രവർത്തിക്കും. നമുക്ക് എല്ലാ ഭാഷയും പറയാൻ പറ്റും. ആ വ്യക്തിയുടെ സിദ്ധി മുഴുവൻ നമുക്ക് കിട്ടും. ഒരു ബുദ്ധിമുട്ടുമില്ല. ആ വ്യക്തിയുടെ മുഴുവൻ സിദ്ധിയും നമുക്ക് കിട്ടും. വേണ്ട, വെറുതെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏട്ടാനിയന്മാരിറങ്ങി. ഏട്ടൻ ഒരു സ്ഥലത്തേക്ക് പോയത് വായനശാലയിലേക്കോ സത്സംഗത്തിനാണ്. അനിയൻ അടുത്ത ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു. വാസനയാണ് തിരിച്ചു. അവിടെ പോയി വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചു. മദ്യഷാപ്പ് കയറി. എന്നിട്ട് വേണ്ടാത്ത വർത്തമാനം പറഞ്ഞാൽ ആര് കേൾക്കണമോ അവൻ കേൾക്കേണ്ട സ്ഥലത്ത് പോയിരുന്നു. വേണ്ടാത്ത എന്തോ പറഞ്ഞു, വഴക്കായി. അതൊരു കൊലപാതകത്തിൽ അവസാനിച്ച് വൈകുന്നേരം ലോക്കപ്പിലാണ്. തെരഞ്ഞെടുത്തതാണ്. ആ ലോക്കപ്പ് ജീവിതം ഇവർ തെരഞ്ഞെടുത്തതാണ്. നമ്മുടെ ചുറ്റും കാണുന്ന ഏത് ജീവിതവും അവർ അത് തെരഞ്ഞെടുത്തതാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. എത്രയോ പേർക്ക് രോഗം ഇഷ്ടമാണ്. അവർ പറയാ ഈ രോഗം ആരെങ്കിലും ഇഷ്ടപ്പെടും. ആ രോഗത്തെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുക. കാരണവന്മാരില്ലേ, അവനവൻ്റെ മുട്ടുവേദനയെ പറ്റി കേട്ട് മതിയാവും. തന്നെ പറഞ്ഞുകൊണ്ട് നാം ഇപ്പോൾ എന്താണോ അത് നാം ഇഷ്ടപ്പെടുന്നതാണ്. വെറുതെ പറയല്ല എന്നൊക്കെ. ഈ വ്യക്തിക്ക് അതിനോടൊരു വാസന ഉണ്ടാവും. വിവാഹത്തിന് മുമ്പ് ഡൈവേഴ്സിനെ കുറിച്ച് ആലോചിക്കുന്നവരില്ലേ, അവർക്ക് ഡൈവേഴ്സാണ് ഇഷ്ടം. ഇയാൾ പറയുന്ന എല്ലാ സ്വഭാവ ഗുണമുള്ള ഒരു ഭാര്യയെ കിട്ടുകയോ അല്ലെങ്കിൽ ഭർത്താവിനെ കിട്ടിയിരുന്നാലും ശരി, അവർ ചിത്രമൊന്നും ആവുകയില്ല. അപ്പൊ വലിയ ശക്തിവിശേഷങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. തഞ്ചാവൂർ ക്ഷേത്രമൊക്കെ പണിത് ഒരാള് അയാളുടെ കാലശേഷം ഇത് ബാക്കി ആരെ കൊണ്ട് പൂർത്തീകരിക്കാമെന്നും പറഞ്ഞാൽ ആത്മാവ് ശക്തി കൊടുക്കും. തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു ജീവിതത്തിൽ ഒരു 10 കൊല്ലത്തെ പണിയുണ്ട്. കേരളത്തിലെ ഒരു കവി. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ,
ചിത്ര പൗർണമി ദിവസം ഒന്ന് ഗിരിവലം പോകും. പോണതിന് മുമ്പ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് പകുതിയാക്കി വെച്ചവരുണ്ടാവും, ഗുരുക്കന്മാരുണ്ടാവും. ഈ വ്യക്തി ഇതിനായിട്ട് പ്രാർത്ഥന ഉണ്ട് പറയുമ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്യും. വളരെ ഭംഗിയായിട്ട് നമ്മുടെ പ്രൊജക്റ്റ് വർക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ നമുക്ക് വളരെ വലിയ സിദ്ധികൾ ഉണ്ടാകും. വലിയ സിദ്ധി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഈ മാർഗത്തിൽ കൂടെ നമ്മൾ പോകണം. ആരൊക്കെ നടന്ന വഴിയായത് നമ്മൾ ചിന്തിക്കണം. പൂന്താനവും മേൽപ്പത്തൂരും ഒക്കെ നമുക്കിത് പറഞ്ഞു തന്നത് അതാണ്. അപഥസഞ്ചാരത്തിൽ പോകുന്നവർക്ക് ഇതുപോലെ ദുഷ്ടശക്തികളുണ്ട്. നല്ല ശക്തികളുണ്ടെങ്കിൽ ദുഷ്ടശക്തികളുമുണ്ട്. അപ്പൊ ഏറ്റവും വലിയൊരു പ്രപഞ്ചശക്തി ഈ ഭൂമിയിലുണ്ട്. മീൻ മനസ്സിലാക്കണം, വെള്ളം കൊണ്ടൊന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇവിടെയാണല്ലോ ജനിച്ചത്, വെള്ളം കൊണ്ടുണ്ടെങ്കിൽ ഞാൻ അറിയണമല്ലോ എന്ന് മീൻ പറഞ്ഞാൽ ഒന്ന് മാറി നിന്ന് വെള്ളത്തിലേക്ക് നോക്കുന്ന ആൾക്കറിയാം അത് വെള്ളമാണ്, വെള്ളത്തിലാണ് മീൻ എന്ന്. നല്ലപോലെ സൂക്ഷിച്ചു നോക്കിയാൽ മീൻ വെള്ളത്തിലുമല്ല. കാരണം വെള്ളത്തിൽ ഒന്നും ചേരില്ല. പഞ്ചസാരയിട്ട് ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ പഞ്ചസാര വെള്ളത്തിൽ അലിയൊന്നുമില്ല, ഉപ്പ് വെള്ളത്തിലൊന്നും അലിയില്ല, വെള്ളം ഒന്നിലേയും ചേർക്കില്ല. അപ്പം എങ്കിൽ പിന്നെ മീൻ അതിൽ അലിഞ്ഞു പോകാത്തത്, മീൻ അതിൻ്റേതായിട്ടുള്ള ഒരു ആകാശം അവിടെ ഉണ്ടാക്കിയ ആകാശത്തിനകത്താണ് മീൻ പോണത്. വെള്ളവും മീനോട് ബന്ധമില്ല. അങ്ങനെ വരുമ്പോൾ മീൻ എവിടെയാണ് താമസിക്കുന്നത്? ആകാശത്തിൽ. പക്ഷികൾ എവിടെ? ആകാശത്തിൽ. ഞാൻ എവിടെ താമസിക്കുന്നത്? വീടിൻ്റെ വലുപ്പം എന്തായിരുന്നാലും ശരി, വീടിൻ്റെ അകത്തെ ആകാശത്ത്. അപ്പം ഞാനും മീനും പക്ഷിയും സകല ജീവജാലങ്ങളുമായിട്ടൊരു കണക്ഷൻ വരാൻ കാരണം എല്ലാവരും താമസിക്കുന്നത് ആകാശത്ത്. ഈ പവർ, ആ പവറിനെ നമുക്ക് ചാനലൈസ് ചെയ്തെടുക്കാം. ആ ചാനലൈസ് ചെയ്തെടുത്താൽ അനവധി കാര്യങ്ങൾ നമുക്ക് സാധിക്കും. നമ്മുടെ രോഗങ്ങൾ മാറ്റാം, വേറെ ആളുടെ രോഗങ്ങൾ മാറ്റാം, വേറെ ആൾക്ക് ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാക്കാം. എന്നാൽ എന്തുകൊണ്ട് ഇത് പരാജയപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഉത്തരവും കൂടി കിട്ടിയാലാണ് ഈ അറിവ് സമ്പൂർണ്ണമാവുക. എങ്കിൽ പിന്നെ വ്യക്തി മാത്രം മതി. ഇവിടുത്തെ ആശുപത്രികളൊക്കെ പൂട്ടുക, ഒരു വിജ്ഞാനം വേണ്ട, ഓരോന്ന് സങ്കല്പിക്കുന്ന ഒരു പ്രാവർത്തികത. ഇവിടെ സങ്കല്പം എന്നുള്ള വാക്കൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിച്ച സങ്കല്പം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ വിചാരിച്ചൊന്നുമല്ല. സങ്കല്പം എന്ന് പറയുന്നത് സത്യമാണ്, ഇവിടെ ഇല്ലാത്തതൊന്നുമല്ല. ദൈവത്തിൻ്റെ സങ്കല്പമാണ് സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഉള്ളതാണ്. സങ്കല്പം എന്ന് പറഞ്ഞാൽ സത്യം തന്നെയാണ്. ഈ ശക്തി വിശേഷം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കാറ്റ് ഇവിടെ ഉണ്ടെന്ന് ആദ്യം പഠിക്കുക, എന്നിട്ട് നമ്മൾ ഫാൻ എങ്ങനെ നിർമ്മിക്കണം എന്നറിയാം. അത് ശരി, കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. കാറ്റുണ്ട്. ഇനി ആ കാറ്റിനെ ഒന്ന് ശക്തമാക്കാൻ നമുക്കെന്ത് വേണം? ഒരു ഫാൻ കണ്ടുപിടിച്ച് കിടക്കുക. ഈ പവർ ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞോ അറിയാതെയോ നമ്മളൊക്കെ ജന്മാന്തരം കൊണ്ട് ചില വാക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ശക്തി വിശേഷം ഇവിടെ. അപ്പൊ തിരുവണ്ണാമലയിൽ ഞാൻ ഏകനായിട്ട് ഗുഹയിലുള്ള ഒരു 80-85 വയസ്സുള്ള ഒരു വ്യക്തി, സന്യാസിയാണ്. സന്യാസം എന്നല്ല, 85 വയസ്സായ ഒരാൾ. തമിഴ് എനിക്ക് അറിയാം, അങ്ങനെ ഗുണമുണ്ട്. സംസാരിക്കാൻ മലയാളം മാത്രമേ അറിയുള്ളൂ, തമിഴ് നല്ലപോലെ അറിയാം, ഇംഗ്ലീഷും സംസാരിക്കാൻ അറിയില്ല. പക്ഷെ നല്ലതുപോലെ ആ കൾച്ചർ എനിക്ക് മനസ്സിലാവും. അപ്പം അദ്ദേഹം ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വെറുതെ ചോദിച്ചു, ഇതിന് മേപ്പെട്ട് കയറ്റം പോയാൽ 12-2.5 മണിക്കൂർ കയറ്റം കയറി കഴിഞ്ഞു, ഇതിൻ്റെ ഏറ്റവും മുകളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു വെറുതെ. അദ്ദേഹം പറഞ്ഞു, ആരും അങ്ങോട്ട് പോവാറില്ല, അപൂർവം ചിലരേ പോവുള്ളൂ. ഒരാൾ ഇരിക്കുന്നുണ്ട് എന്ന് കേട്ടു. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെ ഒരാളവിടെ പോയിരുന്ന അയാൾക്ക് ഇവിടുന്ന് ആഹാരം കിട്ടുക? അപ്പം ഇദ്ദേഹം, നിങ്ങൾക്കൊക്കെ ഈ ആഹാരം എന്നിട്ട് വിചാരമേ ഉള്ളൂ അല്ലേ,
അപ്പം ഞാൻ വിനയത്തോട് ചോദിച്ചു, അല്ല അതൊരു ചോദ്യമാണല്ലോ, അങ്ങനെ ഒറ്റയ്ക്ക് അവിടെ പോയിരുന്നാൽ എങ്ങനെ ആഹാരം കിട്ടും? ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് വയസ്സ് അന്ന് അത്രയോ പറഞ്ഞു, 80-82 പറഞ്ഞു, എനിക്ക് ആഹാരം തരുന്നത് തിരുവണ്ണാമലയപ്പനാ. ഒരു കുട്ടിക്ക് ആഹാരം അമ്മ കൊടുത്തോളും. ആ കുട്ടിയുടെ മനസ്സറിഞ്ഞ് അമ്മ കൊടുത്തോളും. രാവിലെ കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ വൈകുന്നേരം 5 മണിക്ക് കുട്ടി മടങ്ങി എത്തുമ്പോൾ കുട്ടിക്ക് കൊടുക്കേണ്ട കാലോലപ്പത്തിന് അമ്മ അരി വെള്ളത്തിലുള്ളൂ. ആ അമ്മ നോക്കിക്കോളും. നാം ചോദിക്കാതെ നമുക്ക് ഇവിടെ ജന്മം കിട്ടി. നിങ്ങൾ ഞാൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ശക്തിവിശേഷത്തെ ചലിപ്പിക്കുന്ന പ്രാണന് നല്ല വിജ്ഞാനമുണ്ട്, നമുക്ക് എന്താ വേണ്ടതെന്ന്. ആ പ്രപഞ്ചമാതാവിന് ഓരോ കുട്ടിക്കും വേണ്ടുന്നറിയാം. കൃഷ്ണൻ പറയുന്നുണ്ട് ഗീതയിൽ, എല്ലാവർക്കും ഞാൻ ചോദിച്ചു കൊടുക്കുന്നു. അർജുന ആ പാറയെന്ന് പൊട്ടിച്ചു, അതിനകത്തിന്റെ വെള്ളം, അതിലൊരു തവള, ആ തവളയ്ക്ക് ഞാൻ വേണ്ടുന്ന കൊടുക്കുന്നു. എല്ലാവർക്കും വേണ്ടുന്ന കൊടുക്കുന്നു. നല്ല ചീത്ത എന്നൊക്കെ നമ്മൾ പറയും. തെറ്റായ ജീവൻ നയിക്കാൻ എത്രയോ പേർക്ക് ഇഷ്ടമാണല്ലോ. അവർക്ക് വേണ്ടുന്ന അവർക്ക് കിട്ടുന്നു. അങ്ങനെ വരുമ്പോൾ തിരുവണ്ണാമലയപ്പൻ എനിക്ക് ആഹാരം തരുന്നു, ഞാൻ ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാ നോക്കേണ്ട ഉത്തരവാദിത്തമില്ല. കുട്ടി ചിന്തിക്കണ്ട, മുല കൊടുക്കുന്നത് വരെ അമ്മയാണ്. എന്തിനാണ് ചിന്തിക്കുന്നത്? അപ്പൊ വേണ്ടുന്ന കിട്ടുമോ? നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം. ചിലവരായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ച് ടൈമിൽ നിന്ന് മാറാതെ പറ്റില്ല. ഉടനെ 5 മിനിറ്റേ സമയമുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഞാൻ ഇവിടെ ഇരിക്കും, എൻ്റെ സ്വഭാവം അതാ. ഇപ്പം ഈയിടെ ഇതേമാതിരി പോയിട്ട് ഇന്നെ കാണാതെ ആയിട്ട് കൂടെ വന്നവർ നാട്ടിലേക്ക് കോഴിക്കോട്ടേക്ക് വിളിച്ചു, PR നായനെ കാണാനില്ലാന്നും വേണ്ട. ഈ വീട്ടുകാരൊക്കെ ബഹളം ഉണ്ടാക്കി, അവരങ്ങോട്ട് വിളിച്ചു. ഏതായാലും പോലീസ് സ്റ്റേഷനായുള്ളൂ പറയാഞ്ഞത്, ഭാഗ്യം. ഞാൻ ഇതേമാതിരി ഒരു കേന്ദ്രത്തിലുണ്ടായിരുന്നു. ആ മുകളിലിരിക്കുന്ന ആള് ഒരു പ്രത്യേകതയുണ്ട്, അയാൾ ഒറ്റ പശുവിൻ്റെ പാലേ കുടിക്കുള്ളൂ. ആരിപ്പോൾ കൊണ്ടുകൊടുക്കണം? മാത്രമല്ല, എന്താ ഒറ്റ പശുവിൻ്റെ പാല് എന്ന് പറഞ്ഞാൽ എന്താ? പാല് തരുന്നത് പശുവാണെന്നുള്ള വിവരം ഉണ്ടോ എന്ന് ചോദിച്ചു എന്നോട്. പശുവാണല്ലോ തരുന്നത്. അല്ല, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അറിയില്ല. പാക്കറ്റ് പാലൊക്കെ വരുന്നതുകൊണ്ട് പശുവിനെ കാണാത്തവർക്കും പാക്കറ്റ് പാൽ ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ. ഒരു പശുവിനെ കറന്നെടുത്ത പാൽ, അത് പാലയാൾക്കവിടെ കൊണ്ടുകൊടുക്കണം. ഇങ്ങനെ വാശി പിടിച്ചാൽ ഏത് മാതാവാണ് കൊണ്ടുകൊടുക്കുക? അതെന്തിനാ നിങ്ങളറിയണം? അയാളിപ്പോൾ ജീവിച്ചിരിക്കുന്നില്ലേ? അപ്പം അയാൾക്കത് കിട്ടുന്നുണ്ടാവുമല്ലോ. തീർന്നില്ല, കുറച്ചുകൂടി പറഞ്ഞുതരാം. വൈകുന്നേരം 5 മണിക്കോ 6 മണിക്കോ ഇടയ്ക്കേ അയാൾ കഴിക്കുള്ളൂ. അല്ലാത്ത സമയത്താണ് ചെന്നെങ്കിൽ അടുത്ത് കല്ലെടുത്ത് വരിക. ഈ സമയത്തിനിടയ്ക്ക് ഒറ്റ പശുവിൻ്റെ പാലുമായിട്ട് ആര് പാൽ കൊണ്ടുവരണം? അത്ര ഫേമസ് അല്ല. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളോ സിദ്ധനാണെന്ന് വെച്ചാൽ ആൾക്കോട്ടെ, അത് കൊണ്ടേ കൊടുക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അയാളിപ്പോൾ ജീവിച്ചിരിക്കുമോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, ഒരു പ്രത്യേക ശക്തിവിശേഷം ഈ പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്നുണ്ട്. ആ ശക്തിവിശേഷം ഇല്ല എന്നുള്ള ധാരണയിലാണ് ഭൂരിപക്ഷം പേരും ജീവിക്കുന്നത്. ആ ശക്തിവിശേഷം നിയന്ത്രിക്കുന്നു. എന്തായിരുന്നാലും ശരി, അവിടുന്ന് യാത്ര പറഞ്ഞു പോകുമ്പോൾ ഇതിപ്പോൾ എങ്ങനെ അയാളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ആരപ്പോൾ അയാൾക്ക് ഈ പാല് കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ച് ഇറങ്ങുമ്പോൾ ഒരു വെള്ളക്കാരൻ കയറി വരണം, പാൻസൊക്കെ ധരിച്ചൊരു ചെറുപ്പക്കാരൻ. അപ്പം എന്നോട് വഴിയെ പറ്റി എന്തോ ചോദിച്ചു. അയാളുടെ ഭാഷ എനിക്ക് മനസ്സിലാക്കാൻ, കമ്മ്യൂണിക്കേഷൻ വളരെ ബുദ്ധിമുട്ടി. ഏത് നാട്ടുകാരനാന്ന് ചോദിച്ചു. ഓസ്ട്രിയ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആസ്ട്രേലിയ എന്നാണ് ആദ്യം കേട്ടത്. അപ്പം അയാൾ തന്നെ പറഞ്ഞു ആസ്ട്രേലിയ വേറെ ഓസ്ട്രിയ വേറെ. ചുരുക്കത്തിൽ 10-20 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരുന്നിട്ടാണ് വരുന്നത്. ഇന്ത്യയിൽ വന്നു, ഇവിടുത്തെ അത്ഭുതങ്ങളെ പറ്റിയിട്ടൊക്കെ ചോദിച്ചു. ചില വ്യക്തികളുടെ പേര് പറഞ്ഞു തന്നു.
ആ വ്യക്തികളെ ഞാൻ പോയി കണ്ടു. അങ്ങനെ ഇവിടെ വന്നു, രമണാശ്രമത്തിൽ പോയി. വെറുതെ പർവ്വതം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അയാൾ പറയണം അതിൻ്റെ മുകളിൽ ആരെങ്കിലും ഉണ്ടോയെന്ന്. അപ്പം ഇവിടുത്തെ ഗ്രാമീണർ പറഞ്ഞു തന്നു, ഒരാളുണ്ട്, അയാൾ 5 മണിക്കും 6 മണിക്കും ഇടയ്ക്ക് ഒരു പശുവിൻ്റെ മാത്രം കറന്നെടുത്ത് പാല് കഴിക്കുന്നു. അപ്പം താങ്കൾ എങ്ങോട്ടാ പോകണം? അങ്ങനെയാണെങ്കിൽ ആൾക്ക് കൊണ്ടുനടക്കണമല്ലോ. അയാൾ ഏതോ ഗ്രാമത്തിൽ പോയി അവിടുന്ന് ഒരു കുപ്പിയിൽ പാലുമായിട്ടാണ് ഈ കയറ്റം കയറിയത്. ഇതെങ്ങനെയാണ് തലയ്ക്കകത്ത് തോന്നിയത്? എന്നിട്ട് യാത്ര പറഞ്ഞ് അയാൾ പോയി. ഈ പിടിവാശിയോടുകൂടി ഇരുന്ന് ആരെങ്കിലും പാല് കൊണ്ടുവരുന്നോ നോക്കരുത്, ചുണ്ടത്തെത്തും. അയാളിപ്പോൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥമുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഒരു ആഗ്രഹം സാധിക്കാൻ അയാൾക്ക് ഈ പാല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തോന്നാൻ കാരണം എന്താ? ഇത്രയും മണിക്കൂർ ഫ്ലൈറ്റ് ഇരുന്നിട്ട് വേറെ രാജ്യത്ത് വന്ന് ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ലേ? നമ്മൾ ഓരോരുത്തർക്കും ഇതേമാതിരി പ്രപഞ്ചശക്തി ഓരോ ഡ്യൂട്ടി ഇടാറില്ലേ? നമ്മൾ ചിലവരെ ഹെൽപ്പ് ചെയ്യണു, എന്തിനാണെന്ന് നമുക്ക് തന്നെ അറിയില്ല. വളരെ കാര്യമായിട്ട് 4:30 മണിക്ക് വീട്ടിൽ നിന്ന് എന്താ എനിക്ക് ഇന്നൊരു സാധനം തിന്നണം തോന്നുകയാണ്, പോയിട്ട് കടയിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടിരുന്നു. മണി 5 ഇതെന്താ തിന്നാൻ വേണ്ടി ഇത്ര വലിയ മോഹം അങ്ങോട്ട് വാങ്ങിക്കൊള്ളുന്ന വെച്ചിട്ട് എനിക്ക് വേണ്ടതല്ല, കഴിക്കുന്നില്ലേ? എന്തോ ഒരു മൂഡ് തോന്നില്ല. അത് കഴിക്കാനായിട്ട് ആരോ വെച്ചിട്ടുണ്ട്. ആ വ്യക്തിക്ക് അതാണ് കൊടുക്കണം. ആ വ്യക്തിക്ക് വേണ്ടിയാണ് ഇപ്പം ഈ പോയി വാങ്ങിയത്. ശ്രുതി ബാബയെ കാണാൻ വേണ്ടി ഒരാൾ വന്നു, എന്തോ സൂട്ട് കേസോ എന്തോ തുറന്നപ്പോൾ അതിന്നൊരു ഗൗളി പുറത്തേക്ക് ചാടി. ആ ഗൗളിയുടെ ഫ്രണ്ട് അവിടെ ഉണ്ട്. ആ ഫ്രണ്ടിനെ കാണണമെന്ന് തോന്നി. ഈ പെട്ടിയിൽ എങ്ങനെയാ പെട്ടിന്ന് വന്നു? എങ്ങനെയാ ഗോളി വന്ന് നോക്കണ്ട. വാഷ് ബേസിന് കൈ കഴുകുമ്പോൾ നമുക്ക് മുമ്പേ കൈ കഴുകിയ ഒരാളുടെ വറ്റ്, ആ വറ്റ് തിന്നാനായിട്ട് ഇറുമ്പിൻ്റെ അമ്മയും മക്കളും കൂടി ഒരുമിച്ച് കൂടിയാൽ തിന്നു കണ്ടിട്ടുണ്ടോ? അവരെവിടെ നിൽക്കുമായിരുന്നു ഇതുവരെ? നമ്മളുടെ ടൈമല്ല പല ജീവജാലങ്ങളും ടൈം. നമ്മുടെ സ്പീഡല്ല മറ്റൊരാളുടെ സ്പീഡ്. ഇന്ദ്രജാലക്കാരൻ നമ്മളെ കൺമുന്നിൽ വെച്ചിട്ട് എങ്ങനെയാണ് കാണിക്കണം? ആർക്കെ മലയത്തെ ഇടക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ വരുന്ന കണ്ട എന്തെങ്കിലും ഒന്ന് കാണിക്കുക രാമകൃഷ്ണ എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ കണ്ണിൻ്റെ സ്പീഡല്ല. വാതിൽ തുറക്കരുത്, പൂച്ച അകത്ത് കയറുമെന്ന് പറയും ഭാര്യ. ഞാൻ തുറക്കുമ്പോൾ അവിടെ എവിടെയും പൂച്ചയില്ല. സെക്കൻഡുകൾക്കകം ഈ പൂച്ച എങ്ങനെ കയറി? നമ്മുടെ ടൈമല്ല. ഈ ശക്തി വിശേഷത്തെ നമ്മൾ വിളിച്ചു റെക്കി എന്നും അതിനെ മനുഷ്യരായ നമുക്ക് ചാനലൈസ് ചെയ്തെടുക്കാമെന്നും മനസ്സിലാക്കി. അത് ഭാരതീയമാണ് ആ ചിന്ത. പക്ഷെ ഇപ്പം റെക്കി എന്നും പറഞ്ഞിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതി ജപ്പാനിൽ പോയി, ജപ്പാനിൽ ഉസൂയി എന്നൊരു വ്യക്തി അതിനെ അദ്ദേഹത്തിൻ്റെ രീതിയിൽ ഒരു ചട്ടക്കൂടിലേക്ക് ആക്കി. അതാണ് ഇപ്പം ഇവിടെ പ്രചരിപ്പിച്ച് വരുന്നത്. ഞാൻ അന്ന് അങ്ങനെയാണെങ്കിലും ക്ലാസ് എടുക്കാൻ പോവുക എന്നല്ലാതെ അങ്ങനെ ഒരു ശിഷ്യ പരമ്പര എന്നുള്ള രീതിയല്ല. കാരണം ഒരു ഗുരു ശിഷ്യൻ്റെ ബുദ്ധിയിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഏറ്റവും പരമപ്രധാനമായൊരു കർമ്മമാണ്. അങ്ങനെയുള്ള പരമ്പരാഗതമായിട്ടുള്ളൊരു കണക്ഷനാണ്. അതിനെ കമേഴ്സ്യലായിട്ട് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്നെപ്പോലുള്ളവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. പക്ഷെ അതിൻ്റെ തന്നെ 400-500 റെക്കി മാസ്റ്റർമാരുണ്ട്. തൃശ്ശൂരൊക്കെ ഞാൻ ഇടയ്ക്ക് വന്ന് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ ഉപരിപഠനം നടത്തുന്നവർക്കൊക്കെ ഗുണപ്രദമാകാവുന്ന രീതിയിൽ പല വിഷയവും സംസാരിക്കേണ്ടി വരാറുണ്ട്.
ഇത് ഉസൂയിയാണ് ഇത് പ്രചരിപ്പിച്ചതെങ്കിലും ഇന്ന് ലോകം മുഴുവൻ ഉണ്ട്. ലോകം മുഴുവൻ ഉണ്ടെന്ന് പറയുന്നത് അറിയാത്തവരും ഉണ്ട്. ഇതിനെപ്പറ്റി ഇങ്ങനൊരു വാക്കേ കേൾക്കാത്തവരും ഉണ്ട്. ഇപ്പൊ ഇന്ത്യയിലത്തെ പല കാര്യങ്ങളും അമേരിക്കയിലില്ലല്ലോ. അമേരിക്കയിലുള്ളൊരു മരുമകൾ വിളിച്ചിട്ട് പറഞ്ഞു, നിൽക്കുന്ന 40 വയസ്സ് തികഞ്ഞു വല്യമ്മാന്ന് വിളിച്ച് പറഞ്ഞു. എന്തൊക്കെയുണ്ട് വർത്താനം എന്നപ്പോൾ പറഞ്ഞു, ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞൊരു വരി, ഞാനും എൻ്റെ റെക്കിയായിട്ട് ഇങ്ങനെ പോകണമെന്ന്. എന്ത് സാധനം? കുറെ നേരം പറഞ്ഞ് ഞാൻ വിട്ടു, കാരണം അത് കേട്ടിട്ടില്ല. ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന പലതും വേറെ രാജ്യത്ത് അറിഞ്ഞോളണമെന്ന് ഇല്ല. പക്ഷെ ഈ പവർ നമ്മളിൽ എല്ലാവരിലുമുണ്ട്. അത് അറിഞ്ഞോ അറിയാതെ നമ്മൾ പറയാറുണ്ടല്ലോ, എൻ്റെ തലയിലൊന്ന് കൈ വെക്കണം. എൻ്റെ ഒരാഗ്രഹമുണ്ട്, അങ്ങ് എൻ്റെ ശിരസിലൊന്ന് കൈ വെക്കണം, ഞാൻ അങ്ങയുടെ പാദം നമസ്കരിക്കുന്നു. ഇത് എല്ലാവരുടെ ഉള്ളിലുണ്ട്, സാക്കളോരുടെ. എന്തോ ഒരു ശക്തിവിശേഷം ഉണ്ടെന്ന് നമുക്കറിയാം, നമുക്ക് അനുഭവമുണ്ട്. ഞാൻ ഈയിടെ ഒരു ആശ്രമത്തിൽ പോയപ്പോൾ എൻ്റെ ബന്ധത്തിൽപ്പെട്ട പുതിയ തലമുറയിലെ വലിയ ശമ്പളം വാങ്ങുന്ന പുതിയ തലമുറയിലത്തെ 2-3 ചെറുപ്പക്കാർ വന്നു. അവരിട്ട് വന്നൊരു കാല് നമസ്കരിക്കുന്നു. അപ്പൊ ഈ നമസ്കരിക്കുമ്പോൾ എന്തോ അവിടെ സംഭവിക്കുന്നു എന്നുള്ള വിവരം നമുക്കൊക്കെ അറിയാം. അതിനെ ഒരു ഗുരു വഴി ഒന്ന് ചാനലൈസ് എടുക്കുമ്പോൾ നമുക്ക് തന്നെ ഇതിൽ പലതും സിദ്ധികൾ കാണിക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് രാമായണത്തിലൊരു ഭാഗമുണ്ട്, ഊർമിള മയങ്ങിക്കിടക്കുന്നു. ശ്രീരാമൻ ഭയഭക്തി ബഹുമാനത്തോട് ചെന്നിട്ട് ആ കാലിൻ്റെ അവിടെ വെച്ച് തൊഴുന്നു. ശ്രീരാമനെ ഇത് കണ്ടിട്ട് ലക്ഷ്മണൻ അങ്ങോട്ട് കരഞ്ഞു. തിരിഞ്ഞു നോക്കിയപ്പോൾ ലക്ഷ്മണൻ കണ്ടിട്ടുണ്ടോ അറിയില്ല. എന്ത് കാഴ്ചയാണ് കണ്ടത്? ഞാൻ ഏട്ടൻ്റെ പാദങ്ങളാണ് നമസ്കരിക്കുന്നത്, എൻ്റെ പാദങ്ങളിൽ ഊർമിള നമസ്കരിക്കണം. ഈ ഊർമിളയുടെ പാദങ്ങളിൽ നമസ്കരിക്കാൻ ഊർമിളയ്ക്ക് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ രാമൻ പറഞ്ഞു, നമ്മൾ വളരെ വലിയൊരു യുദ്ധത്തിൽ ജയിച്ചു, അറിയോ, നിസ്സാരക്കാരനല്ല നമ്മൾ തോൽപ്പിച്ചത്, അത് മുഴുവൻ നമ്മുടെ ശക്തിയാണെന്നാണ് വിചാരം. അല്ല, ആ ഊർമിളയിൽ നിന്നൊരു റെക്കി പവർ പോയിട്ടുണ്ട്. ആ പവർ കൂടി ചേർന്നത് കൊണ്ടാണ് രാവണനെ തോൽപ്പിക്കാൻ കഴിയുന്നത്. ഞാനിത് സംസാരിക്കുമ്പോൾ എൻ്റെ ഗുരുകാരണവന്മാരുടെ റെക്കി പവർ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വർത്താനം പറയാൻ വയ്യ. ആ ശക്തിവിശേഷമുണ്ട്. മകൻ കഞ്ചാവ് അടിച്ച് വളരെ മോശമായ ജീവിതം നയിക്കുന്നു, ഭർത്താവ് മരിച്ചു, ഒരു മകനേ ഉള്ളൂ. അമ്മ ഈ ദുഃഖം മുഴുവൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, എങ്ങനത്തെ ജീവിതമാണ് ഇപ്പം ആഗ്രഹിക്കുന്നത് അതൊന്ന് പറയാൻ പറഞ്ഞു. അയ്യോ ഒക്കെ അത് പറയാറില്ല. അല്ല, എന്നാലും പറയണം, അതിപ്പോൾ ഒന്ന് പറയണം, എങ്ങനത്തെ ജീവിതമാണ് ഇപ്പം ആഗ്രഹിക്കുന്നത്. പറയുന്നില്ല കണ്ടപ്പോൾ ഞാൻ പറയും, മകൻ കഞ്ചാവ് വലിക്കാതിരിക്കണം, അതല്ലേ വേണ്ട. വീട്ടുകാര്യങ്ങൾ മകൻ ശ്രദ്ധിക്കണം. അവൻ്റെ കാര്യത്തിന് അവനെ കൊള്ളില്ല എന്നാണല്ലോ പറഞ്ഞത്. അല്ല, അവന് ഗവൺമെൻറ് ഉദ്യോഗം കിട്ടണം. ഞാൻ പറയാം, അയ്യോ അതിൻ്റെ പ്രായപരിധിയെ കവിഞ്ഞില്ലേ, എന്തിനാക്ക നോക്കണത്? പ്രായപരിധിയൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈ പവറിനോടാണ് ഇത് പറയണത്. ഏജ് ബാറായോ, ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞോ, അതും കഴിഞ്ഞിട്ട് മകൻ കല്യാണം കഴിക്കുന്നതും ഒരു കുഞ്ഞുണ്ടായതിനു ശേഷമാണ് ഇവർ മരിക്കുന്നതെന്നും സങ്കല്പിക്കാൻ പറഞ്ഞു. എൻ്റെ മാങ്കാവിലെ 3 വീടിൻ്റെ അപ്പുറത്ത് കഞ്ചാവിൻ്റെ ഓമന പേരിൽ അറിയുന്ന ആ വ്യക്തി ഇപ്പോൾ വളരെ മാന്യ വ്യക്തിയാണ്. അമ്മ മരിച്ചുപോയി, ഉദ്യോഗത്തിൽ കയറി, കല്യാണം കഴിഞ്ഞു, ഒരു കുട്ടിയിട്ട്.
എടാ ഞാൻ നെഞ്ഞു പൊട്ടി വിളിച്ചോണ്ടാണ് അമ്മ പറയണം മകനെ പറ്റി, നിനക്കൊരു ഉദ്യോഗം കിട്ടി, ഞാൻ നെഞ്ഞു പൊട്ടി വിളിച്ചിട്ടാണ് കിട്ടിയതെന്ന് പറഞ്ഞ് കറക്റ്റാണ്. ഈ ശക്തി വിശേഷം അമ്മയിൽ നിന്ന് പോകുന്നുണ്ട്. സ്കൂൾ കുട്ടികളുള്ള ബസ്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്കൂൾ കുട്ടികളുള്ള ആ ബസ് പോകുന്നുണ്ട്. ഞാനൊരു കഥ തന്നെ എഴുതിയിട്ടുണ്ട്, പൂക്കാലം വരവായി, അത് സിനിമയായി. ഈ ചെറിയ കുട്ടികൾ ബസ്സിൽ നിന്ന് കൈ പുറത്തേക്ക് ഇടുകയാണ്. എല്ലാ കുട്ടികളെയും കൈ നോക്കാൻ പറ്റും. എന്താണ് കുട്ടികളിൽ നല്ലൊരു ശതമാനത്തിന് കൈ നഷ്ടപ്പെടാതിരിക്കാൻ കാരണം? അവരുടെ അമ്മമാര് വീട്ടിൽ വന്നിട്ട് 11:30 മണിക്ക് വരെ തുണി അലക്കുമ്പോൾ കുട്ടി സ്കൂളിൽ പോയിരിക്കുകയാണ്, അബദ്ധമൊന്നും പറ്റരുത് എന്നുള്ള പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന കൊണ്ടാണ് ഇത്ര കുറച്ച് അപകടം ഉണ്ടാകുന്നത്. ഈ പവർ കൊണ്ട് നമ്മളൊക്കെ വരിഞ്ഞു ഒരുക്കുകയാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ? കുടുംബത്തിലെ ഗൃഹനാഥ അങ്ങോട്ട് പോയാൽ കുടുംബം തകരുന്നത് എങ്ങനെയാണ്? അമ്മയുടെ കാഴ്ചയൊക്കെ പോയി. അമ്മയുടെ റെക്കി പവർ കൊണ്ടാണ് മക്കൾ നിൽക്കുന്നത്. ഓരോ വ്യക്തിയും നിലനിൽക്കുന്നത് ഈ ശക്തിവിശേഷം കൊണ്ടാണ്. അച്ഛൻ പോയി, വയ്യാതെ ചാരിയാസരെ കിടക്കുന്ന അച്ഛനെ കൊണ്ട് എന്താ ഗുണം? ഭൗതിക തലത്തിൽ ഗുണം ഉണ്ടാവില്ല. പക്ഷേ അച്ഛൻ്റെ പ്രാർത്ഥന ഉണ്ടല്ലോ. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, തെറ്റായ മാർഗത്തിൽ നീങ്ങുന്ന മകൾ എല്ലാവരുടെയും വെറുപ്പിന് പാത്രീഭൂതമായി. ഈ അച്ഛൻ എന്നോട് പറയാണ്, എനിക്കിപ്പോഴും അറിയാം എൻ്റെ മകളുടെ സ്വഭാവം മാറും. കേട്ടോര് ചിരിക്കും. മകളുടെ സ്വഭാവം മാറും, അവൾ നല്ല രീതിയിലേക്ക് വരും, നല്ലൊരു ജീവിതം കിട്ടും, നല്ലൊരാളെ അവളെ കല്യാണം കഴിക്കും. അദ്ദേഹം പറയാ, മണ്ടനായ ഞാൻ അന്ന് ചിരിച്ചു. ഇതൊക്കെ സംഭവിച്ചു. കല്യാണം കഴിഞ്ഞു, അതിൽ മക്കളുമായി, അവർ വലിയ ഉദ്യോഗസ്ഥന്മാരാണ്. ഈ ശക്തിവിശേഷത്തെ നമ്മുടെ ഭാരതത്തിൽ രൈക്വ ഋഷി പുരസ്കാരം എന്നുള്ളൊരു അവാർഡൊക്കെ കൊടുക്കുന്നവരുണ്ട്. ആ രൈക്വ ഋഷി എന്നുള്ളത് ഒരു പക്ഷേ ആദ്യമായിട്ട് രൈക്വാൻ എന്ന ഋഷിയാണ് ഇതിൻ്റെ ആള് എന്ന് ആദ്യം പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. എന്താണ് രൈക്വാന്റെ പ്രത്യേകത? ജ്ഞാനശ്രുതി എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിൻ്റെ മനസ്സ് നല്ല മനസ്സാണ്. നമ്മൾ ഈ ലോകത്തെ നിയന്ത്രിക്കേണ്ട, നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചാൽ മതി. ആഗ്രഹിക്കുന്ന ഇവിടെ കൊണ്ടുവരും. ഇപ്പോൾ ഒരാൾ പറഞ്ഞല്ലോ, എവിടെ കണ്ടപ്പോൾ ഒരു പഴം തിന്നണം തോന്നി. ഒരു കിളി അത് കൊത്തി കൊണ്ടുവന്ന് ഒരു പരിക്കൂല്ലാതെ ഇയാളുടെ ഉമ്മർത്ത് വെച്ച് പോയി. ഇയാളുടെ സങ്കല്പം പ്രാവർത്തികമായില്ലേ? ഇതിന് തത്തുല്യമായതൊക്കെ ഓരോരുത്തർക്കും വരുന്നുണ്ട്. അതിൻ്റെ യുക്തിയൊന്നും നമ്മൾ ആലോചിക്കേണ്ട. ഇത് യുക്തിയുടെ ആ മണ്ഡലത്തിലുള്ളത് അല്ല. ലളിതാ സഹസ്രനാമം വായിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിരന്തരം വായിക്കും. നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായിട്ട് നടക്കുന്ന അനുഭവത്തിൽ നമുക്ക് വരും. അപ്പം ഈ രാജാവ് മട്ടുപ്പാവിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ചെയ്ത പുണ്യകർമ്മങ്ങളുടെ കീർത്തിധാവല്യം ഒരു നിലാവ് പോലെ അങ്ങനെ പരന്നു നിൽക്കുക. അപ്പോൾ 2 അരയന്നങ്ങൾ അതിൽ പറന്നു പോവുകയാണ്. അരയന്ന എന്നുള്ളൊരു വലിയ അർത്ഥം കേട്ടോ. വെള്ളത്തിലും പോവും, കരയിലും പോകും. പാലും വെള്ളവും കൂടി ചേർത്താൽ പാൽ കുടിച്ചിട്ട് വെള്ളം ബാക്കി വെക്കാൻ അരയന്നത്തിന് കഴിയും. അതുകൊണ്ടാണ് സരസ്വതിയായി ബന്ധപ്പെടുത്തി അരയന്നങ്ങളെ പറയുന്നത് വിവേകമാണ്. എന്തോ ഒരു നല്ല പ്രകാശം എന്നൊരു അരയന്നം. അപ്പം മറ്റേ അരയന്നം നല്ല പ്രകാശമുണ്ട്. അത് ഇപ്പോഴത്തെ രാജാവിൻ്റെ ആ കീർത്തിധാവല്യമാണ്. പക്ഷെ ആ കാളവണ്ടിക്കാരൻ രയിക്കുവാൻ്റെ അപേക്ഷിച്ച് അതെന്താ ഉള്ളത്? സ്റ്റേറ്റസ് വെച്ച് നോക്കിയാൽ കാളവണ്ടിക്കാരൻ രയിക്കുവാൻ
രയിക്വാനിൽ നിന്നാണ് റെക്കിയുടെ ആരംഭം എന്ന് എൻ്റെ ഒരു വിനയപൂർവ്വമുള്ള വീക്ഷണമാണ്. അങ്ങനെ വെച്ചാൽ കാളവണ്ടിക്കാരനെന്ന് കാണരുതോ. അങ്ങനെ അവിടെ ചെന്നു കാളവണ്ടിക്കാരൻ കാളകളെ കെട്ടി ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുക. രാജാവാന്നൊക്കെ മനസ്സിലായി. പക്ഷെ തൻ്റെ ഡ്യൂട്ടിയിലേക്ക് മാത്രം ചിന്തിച്ചു അവിടെ ഇരിക്കാനായിട്ട് പറഞ്ഞു. എനിക്ക് ചില സംശയങ്ങൾ ചോദിക്കാറുണ്ട്. സാധാരണഗതിയിൽ ശൂദ്രന്മാരുടെ സംശയം ഞാൻ തീർത്തു കൊടുക്കാറില്ല. അപ്പൊ ഈ രയിക്വാനെ ശൂദ്രനാണ്, ഇദ്ദേഹമാവട്ടെ രാജാവുമാണ്. അപ്പൊ ഈ പറഞ്ഞതിന് വേറെ എന്തോ അർത്ഥം ഉണ്ടല്ലോ. രാജാവ് ചോദിച്ചപ്പോൾ പറഞ്ഞു, സംശയം വന്നില്ലേ? അപ്പൊ ശൂദ്രനാണ്. ബ്രാഹ്മണന് സംശയം ഉണ്ടാവില്ല. അത് ജീവിതത്തിലൊരു സത്യമാണ്. ഇത് തമാശ രൂപത്തിൽ പറഞ്ഞതായിരിക്കാം. അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ശക്തിവിശേഷത്തെ, പ്രപഞ്ച ശക്തിവിശേഷത്തെ നമുക്ക് കേന്ദ്രീകരിക്കാം. ഒരു ഗുരു വഴി അതിൻ്റെ ചില ടെക്നിക്കൊക്കെ പറഞ്ഞു തരും. അങ്ങനെ വരുമ്പോൾ അത് പ്രയോഗിക്കുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്വാർത്ഥത വരുമ്പോൾ ഇതിൻ്റെ ശക്തിവിശേഷം മുഴുവൻ പോകും. അത് വല്ലാത്തൊരു പ്രോബ്ലം. സ്വാർത്ഥത വരുമ്പോൾ ഇത് പ്രവർത്തിക്കില്ല. യൂണിവേഴ്സലായിട്ടുള്ള ഒരു ക്ഷേമത്തിന് മാത്രമേ ഇത് പ്രയോഗിക്കാൻ പറ്റൂ. 2 മക്കൾക്ക് മെഡിസിൻ അഡ്മിഷൻ കിട്ടി, എനിക്ക് 3ാമത്തെ മകന് കൂടി ഒന്ന് കിട്ടാനുണ്ട്, ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂവാണ്, താങ്കളൊന്ന് റെക്കി ചെയ്യണം എന്ന് പറയുന്നവരുണ്ട്. അവരെ മറുത്ത് പറയണ്ട. 3ാമത്തെ മകനെയും ഇതാക്കുന്നത് ലോകക്ഷേമത്തിന് ഇത് ഉപയോഗപ്പെടും എന്നുള്ള വിചാരം കൊണ്ടാണോ? അദ്ദേഹത്തിന്റെ സ്വാർത്ഥത കൊണ്ടല്ലേ? ഇത് റെക്കി ചെയ്യുന്ന വ്യക്തി ആ വ്യക്തിയോടൊരു പ്രത്യേക സ്നേഹം കൊണ്ടല്ലേ? അപ്പൊ ഇതിന്റെ ശക്തി ശേഷം വളരെ അങ്ങോട്ട് കുറഞ്ഞു പോകും. ഈ ശക്തി വിശേഷം ഒരു മരുന്ന് കൊടുക്കുന്ന ഡോക്ടറിൽ വരെ ഉണ്ടായതുകൊണ്ടാണ് ഡോക്ടർമാര് അവരുടെ ഭാര്യയോ മക്കളെയോ അവർ ചികിത്സിക്കാറില്ല. അവർ വേറെ ആളെടുത്തി കൊണ്ടു. കാരണം സ്വാർത്ഥത വരുമ്പോൾ ബന്ധുക്കൾക്ക് വേണ്ടി, അവരുടെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി തികച്ചും ന്യായമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് ചില നിമിത്തങ്ങൾ നമുക്ക് കിട്ടും. ഇത് ന്യായമായൊരു കാര്യമാണ് കേട്ടോ. ഇതൊരാവശ്യമാണ്. ഇപ്പോൾ സന്താനങ്ങളില്ലാത്ത ഒരു വീട്ടിൽ 11 വയസ്സായൊരു കുട്ടി, ആ കുട്ടി ആശുപത്രിയിൽ സീരിയസ് ആയി കിടക്കുകയാണ്. ആ സമയത്ത് രാത്രി 11 മണിക്ക് കുട്ടി ജീവൻ അപകട നിലയിൽ നിൽക്കുകയാണ്. അപ്പോൾ വിളിച്ചത് ബിഷപ്പ് തന്നെയാണ് എന്നെ വിളിച്ചത്. താങ്കൾ പ്രാർത്ഥിക്കണം, റെക്കി ചെയ്യണം. ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ ഇത് ഗുണപ്പെടാറുണ്ട്. കാരണം 99 മാർക്കുള്ളവർത്തിൽ നമ്മൾ 1 രൂപ കൂടി കിട്ടുമ്പോൾ 100ആയി. അപ്പോൾ 1 രൂപയെ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ എന്തായി? 99 100ആക്കാൻ ഇത് ഗുണപ്പെടും. മഹാഭാരതം എടുത്താലും രാമായണം എടുത്തിരുന്നാലും ശരി, ഈ ശക്തിവിശേഷത്തെ വേണ്ടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ അന്നത്തെ മഹാത്മാക്കൾക്ക് കഴിഞ്ഞിരുന്നു. ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്ന അച്ഛൻ മകൻ്റെ തോളത്ത് കൈ വയ്ക്കുമ്പോഴും, കുട്ടിക്ക് ഉമ്മ കൊടുക്കുമ്പോഴും, ആഹാരം വിളമ്പി കൊടുക്കുമ്പോഴൊക്കെ ഈ റെക്കി എന്നുള്ള സ്ഥിതിവിശേഷം നമ്മളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൊതുവെ
ഈ തത്വങ്ങൾ മുഴുവൻ നിലനിൽക്കുന്നത് പഞ്ചഭൂതങ്ങളിൽ ആകാശതത്വത്തിലാണ്. ആകാശതത്വമാണ് അത്യന്തം സൂക്ഷ്മമായത്. അതുകൊണ്ട് അത്യന്തം സൂക്ഷ്മം ആകുക എന്ന് പറയുമ്പോൾ നമ്മൾ കൈകൊണ്ടുണ്ടാക്കുന്ന പലഹാരവും അമ്മീമിൽ അരയ്ക്കുന്നതും മിക്സിയിൽ അടിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആയുർവേദ മരുന്നുകൾ ഇപ്പോൾ ഹൈജീനിക്കായിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വലിയൊരു ഉത്തരവാദിത്തപ്പെട്ട ആൾ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ പരിഹസിച്ചില്ല. ഹൈജീനിക് എന്നോട് എന്താണ് ഉദ്ദേശിക്കുന്നത്? യന്ത്രമാണെങ്കിൽ കൈകൊണ്ടുണ്ടാക്കണം, ഉഴുന്നുവട കൈകൊണ്ടുണ്ടാക്കണം. അമ്മ കൈകൊണ്ടുണ്ടാക്കിക്കൊണ്ടാണ് ഈ ശക്തിവിശേഷം. അമ്മീമിൽ അരയ്ക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ അംശം നാനോ പാർട്ടിക്കിൾ, അത് കുറേ കഴിഞ്ഞാൽ അതിൻ്റെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടിട്ട് ഈ വ്യക്തിയുടെ മനസ്സും അതൊന്നായിട്ട് മാറും. അതാണ് അമ്മീമിൽ നിറച്ചിട്ടൊരു വസ്തു ഉണ്ടാക്കുമ്പോൾ സ്വാദ് വളരെ കൂടാൻ കാരണം. ഇന്ന് എൻ്റെ തൊട്ട വീട് താമസിക്കുന്ന കുഞ്ഞുമോൾ മുത്തുകൾ ചേർത്ത ചമ്മന്തി ഉണ്ടാക്കുക. അപ്പോൾ മുത്തുകളൊക്കെ എൻ്റെ മുറ്റത്ത് നിന്ന് പൊട്ടിച്ചു കൊണ്ടുപോയി. ഞാൻ ഭാര്യയോട് ചോദിച്ചു, അതെങ്ങനെ അമ്മീമിൽ അരക്കുകയാണോ ചെയ്യുക, മിക്സിയിൽ അടിക്കുകയാണോ ചെയ്യുക ചോദിച്ചു കൂടെ ഭാര്യയോട്. അമ്മി ഇപ്പോൾ എവിടെയുള്ളത്? മിക്സിയിലല്ലാതെ എന്ന് പറഞ്ഞു. അതൊന്നും മോശമെന്ന് പറയല്ല, അരയ്ക്കുമ്പോൾ നോക്കി വേദവ്യാസൻ അവസാനം പറഞ്ഞ വരിയാണ്, ഞാൻ ഇരു കൈകളും ഉയർത്തിപ്പിടിച്ച് നിങ്ങളോട് പറയുന്നു എന്നൊരു വരി. വ്യാസന്റെ അവസാന വരി. എന്റെ ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു എന്ന് പറയാൻ കാരണം, താത്തി പിടിച്ചു എന്ന് പറഞ്ഞാൽ പോലെ, അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും ഇരു കൈകളും ഉയർത്തിപ്പിടിച്ചിട്ടാണ്. ഏത് രാഷ്ട്രീയ കക്ഷിയിലത്തെ ഏതാളാണെങ്കിലും ശരി, കൈ അപ്പൊന്ന് ഉയർത്തി. ഈ കോസ്മിക് പവറിനെ നമ്മുടെ കൈകളിലേക്ക് സ്വീകരിക്കാനുള്ള ഒരു ട്രെയിനിങ്, അതിൻ്റെ പേരാണ് റെക്കി ചികിത്സാരീതി എന്നത്. അതിനൊരു ചെറിയൊരു ട്രെയിനിങ് വേണം. മാത്രമല്ല ആ വ്യക്തിയുടെ ജീവിതം അതുമായി ചേരണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളോട് ആവശ്യപ്പെട്ടവർക്ക് വേണ്ടി മാത്രമേ റെക്കി ചെയ്യാവൂ. അയ്യോ അതൊക്കെ ഞാൻ പ്രത്യേകം പറയേണ്ട അറിയണതാണല്ലോ, പറ്റില്ല. നാളെ പരീക്ഷയാണെന്ന് ഇന്ന് കുട്ടി പറഞ്ഞിട്ടുണ്ടാവും. പരീക്ഷ എഴുതാൻ പോണതിൻ്റെ മുമ്പ് പറയുകയോ ആ സമയത്ത് വിളിക്കുകയോ ചെയ്തില്ലെങ്കിൽ റെക്കി ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും, ഇന്ന വ്യക്തി ഒന്നും എന്നോട് റെക്കി ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നമുക്ക് തോന്നും. നമ്മൾ ആസ്പത്രി പോയിട്ട് വരെ കണ്ടിട്ടുണ്ടാവും, ഇത് പ്രത്യേകം പറയണോ എന്നൊക്കെ ചോദിച്ചു പറയണം. അതുകൊണ്ടാണ് നമ്മുടെ ഗ്രാമങ്ങളിൽ അമ്മാമൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, ചെറിയമ്മേ അനുഗ്രഹം ഉണ്ടാവണേ, പ്രാർത്ഥിക്കണേ, എൻ്റെ വീട് പണിത് തീരാൻ ഒന്ന് പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിൽ ഈ ശക്തിവിശേഷം ഉണ്ട്. പൊതുവെ പ്രാവർത്തിക ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇത് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കുന്നത്. ഇന്ന് എല്ലാ ട്രീറ്റ്മെൻറ്റിൻ്റെ പിറകിലും ഇങ്ങനൊരു ശക്തിവിശേഷമുണ്ട്. യഥാർത്ഥത്തിൽ വൈദ്യർ രോഗിയുടെ
മുഖം മനസ്സിൽ കണ്ട ശേഷമാണ് ഇല പൊട്ടിക്കേണ്ടത്. യോഗിയുടെ മുഖം കാണണം, മനസ്സിൽ കാണണം. നഗ്നവാദനായിട്ട് ഇല പൊട്ടിക്കാൻ പോകണം. കിഴക്ക് ഭാഗത്തേക്ക് പോകുന്ന ഇലകൾക്കും വേരിനും പ്രത്യേകതയുണ്ട്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ചില ഇലകൾക്ക് പ്രത്യേകത ഉണ്ട്. അധികം അതിൽ ചുവന്ന പൂക്കളാണ് ഉണ്ടാവുക. ചുവപ്പ് എനർജിയാണ്, ക്രിയേറ്റിവിറ്റിയാണ്, ലക്ഷ്മിയാണ്. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തിക്കുന്ന എനർജിയാണ്, പെട്രോൾ. അത് കണ്ടുകൊണ്ട് വേണം ഇല പൊട്ടിക്കാൻ. പരമാവധി നഖങ്ങളെ കൊണ്ട് വേണം, പരമാവധി ഒരു പ്രാർത്ഥന ഉണ്ടാവണം, രക്ഷിക്കണം കേട്ടോ, നല്ലൊരു കാര്യത്തിനാണ്. മാത്രമല്ല നനക്ക് ഇനിയും വളരാലോ, ഉണങ്ങാനല്ലല്ലോ. ഒരു ഇല പിഴുതു കളഞ്ഞാൽ എടുത്താൽ അവിടെ വേറെ ഇല മുളക്കിയിട്ടു. നനക്ക് ഞാൻ വെള്ളം ഒഴിച്ചു തരാൻ പകരം. ഇത് നമ്മുടെ മനസ്സിലുണ്ടായി സ്വന്തം കരങ്ങളെ കൊണ്ട് വേണം ഉണ്ടാക്കാൻ. അസ്തമയത്തിന് മുമ്പ് കഴിക്കും വേണം. ഏറ്റവും പ്രധാനം സൂര്യാസ്തമയത്തിന് മുമ്പ് കഴിക്കണം. ഈ അനുഭവം വെച്ച്, എത്രയോ കൊല്ലത്തെ അനുഭവം വെച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചില മരുന്നൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കണ കാര്യം ആരോടും പറയില്ല. ആവശ്യക്കാർ വന്നിട്ട് ഇങ്ങോട്ട് ചോദിച്ച് വാങ്ങാറുണ്ട്. ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിൽ പോലും നമ്മൾ രക്കി പ്രവേശിപ്പിക്കാം. ഏറ്റവും നല്ലത് ശുദ്ധമായ പച്ചവെള്ളം. ആ പച്ചവെള്ളത്തിന് വാട്ടർ മെമ്മറി തിയറി, അതിനെപ്പറ്റി എത്രയോ റിസർച്ച് ഉണ്ട്. നമ്മളതൊന്ന് വായിച്ച് മനസ്സിലാക്കുന്ന നല്ലതാണ്. പച്ചവെള്ളമല്ലല്ലോ തൂത്ത് കളയാന്നൊക്കെ പ്രയോഗമുണ്ട്. അങ്ങനെയൊന്നും പ്രയോഗിക്കരുത്. പച്ചവെള്ളത്തേക്കാൾ കോസ്റ്റ്ലി ആയിട്ട് എന്താ ഉള്ളത്? തൂത്ത് കളയാണ്. അതിനെ എന്ത് വിളിക്കുന്നുവോ അത് കേൾക്കും, അത് മനസ്സിലാക്കും. പച്ചവെള്ളം ഏതുപോലെ അതിനെങ്കിൽ നീ ഇന്നതാകുന്നു നമ്മളങ്ങോട്ട് സങ്കല്പിക്കുമ്പോൾ പച്ചവെള്ളം അതായിട്ട് മാറി. അതിലേക്ക് സ്നേഹം കൊടുക്കും. പച്ചവെള്ളമേ നിന്നേക്കാൾ വലിയ ഔഷധം എന്താ ഉള്ളത്? ഏത് ഔഷധവും നിന്നിൽ നിന്നുണ്ടായതല്ലേ? രോഗത്തിന് പേരിടണ്ട, കുറേ രോഗങ്ങളൊന്നുമില്ല. ഇതങ്ങോട്ട് മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചവെള്ളം കേൾക്കും. ഇത് ഈ വെള്ളം ജപിച്ചു കൊടുക്കുന്നത് മുതൽക്ക് എല്ലാത്തിൻ്റെയും പിന്നിൽ ഇങ്ങനെ ശാസ്ത്രസത്യമുണ്ട്. പലപ്പോഴും റിക്കിയുടെ മറ്റൊരു രൂപമാണ് പ്രാണിക് ഹീലിംഗ്. പ്രാണിക് ഹീലിംഗ് കൂടാതെ ഇതൊക്കെ പരസ്പര ബന്ധമാണ്. പ്രാണിക് ഹീലിംഗ്, വാസ്തു, തന്ത്രശാസ്ത്രം, മന്ത്രവാദം. മന്ത്രവാദമൊക്കെ നമ്മൾ ആധികാരികമായിട്ട് പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരുണ്ട്. അവരിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം, ചിലപ്പോൾ 15 മിനിറ്റായിരിക്കും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. ആ 15 മിനിറ്റ് നമ്മൾ അനങ്ങാതിരിക്കണം, അത് കേൾക്കണം. ഗുരുത്വം എന്നുള്ള വലിയൊരു അംശം ഉണ്ട്. അത്ഭുതകരം എന്നൊന്നും പറയണ്ട, സാധാരണ സംഭവങ്ങൾ നമുക്ക് പലതും ഇതുകൊണ്ടൊക്കെ ചെയ്യാനായിട്ട് കഴിയും. ഏറ്റവും വേണ്ടത് അതിന് വേണ്ടത് മനസ്സാണ്. നമ്മുടെ ചുറ്റും കാണുന്ന ഒരു ചെടിയെ നമുക്ക് ഈ ഭൂമിയിൽ ഏറ്റവും മാരകമായിട്ടുള്ള അസുഖത്തിനെ മാറ്റുന്ന ഔഷധമാക്കി നമുക്ക് മാറ്റാം. അങ്ങനെ ചില അത്ഭുതകരമായ ചെടികൾ നമ്മുടെ വീട്ടുമുറ്റത്തുണ്ട്. നമ്മുടെ വീട്ടുമുറ്റത്ത്, ഇത് കേൾക്കുന്നവരുടെ വീട്ടുമുറ്റത്തുണ്ട്. പ്രോബ്ലം എന്താ വെച്ചാൽ കടലാസിൽ എഴുതിയിട്ട് അതുകൊണ്ടുള്ള ഇന്ന ഗുണം എന്നൊക്കെ കടലാസിൽ എഴുതി പഠിക്കുമ്പോൾ ചെടിക്ക് അത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഒരു ഗുരുവിൽ നിന്ന് കേൾക്കണം. ചെടിയുടെ അടുത്ത് വെച്ച് വേണം പറയാൻ. ഇതെന്താ സാധനം എന്നറിയോ? അത്ഭുതകരമായുള്ള കാര്യങ്ങൾ നമുക്ക് റെക്കി പവർ തരും.
നമ്മുടെ റെക്കി പവർ അതേമാതിരി സ്വീകരിക്കുകയും ചെയ്യുന്ന ചില ചെടികൾ ഉണ്ട്. ആ ചെടികളുടെ പേര്, ആ പേര് വരാനുള്ള കാരണം അത് എവിടൊക്കെ വളരുന്നു, ഇതൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മളതിനെ കൊണ്ടുപോയിട്ട് ദിവസേന വീട്ടുമുറ്റത്ത് കാണുന്നതാണ്. ഓപ്പറേഷൻ നാളെയാണ്. ചില സുഹൃത്തുക്കൾ വിളിക്കും, റെക്കി ചെയ്യണമെന്ന് അവർ പറയില്ല. അവർ ഇന്നതൊന്ന് കഴിച്ചോളാൻ വേണ്ടി പറയുമ്പോൾ അവർ പരിഹസിക്കും. അതൊന്നും ഓർത്തില്ല. മണ്ടൂകപർണി, മണ്ടൂകപർണി മുത്തുകളാണ് സാധനം. യഥാർത്ഥ പേര് അത് വേണ്ട വിളിക്കാൻ, മണ്ടൂകപർണി എന്ന് വിളിക്കണ്ടേ? മുത്തുള്ള കുടങ്ങലെന്നൊക്കെയാണ് വിളിക്കേണ്ടത്. പുനർനവ എല്ലാ സെല്ലിനെയും പുതുക്കി തരികയല്ലേ? തഴുതാമയാണോ? അപ്പം തഴുതാമ കാണുമ്പോൾ നമ്മളത് മനസ്സിലാക്കണ്ടേ, ഇത് പുനർനവയാണ്, ഇത് മണ്ടൂകപർണിയാണ്. കുമരി, ആ കുമരി ഒരിടത്തു നിന്ന് റെക്കി ചെയ്യണം. അത് ഏറ്റവും അധികം ഉണ്ടാകുന്നത് കന്യാകുമാരി ജില്ലയിലാണ്. കന്യാകുമാരിയില്ല. കന്യാകുമാരിയുടെ പേരെന്താ? കുമരി. കുമരി എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രിപുര സുന്ദരി, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, മൂന്നിലും ഒരുപോലെ പ്രവർത്തിക്കുന്നത്. ഇപ്പം നമുക്ക് പറ്റിയൊരു അബദ്ധമല്ല, ഏത് ചികിത്സാ രീതിയും നമ്മൾ എതിർക്കുന്നില്ല. ജാഗ്രതനെ പറ്റി മനസ്സിലാക്കുമ്പോൾ ജാഗ്രത എന്ന് പറഞ്ഞാൽ 100% ജാഗ്രത അല്ല. അതല്ലേ മഹാബലിക്ക് പറ്റിയത്. 3 അടി മണ്ണ് ചോദിച്ചു. 3 അടി ഉണ്ട്, കയ്യിലുണ്ടെന്നാ വിചാരേ. 2000 ഉറുപ്പിക ഒരാൾ എന്നോട് ചോദിച്ചു. എൻ്റെ വിചാരം 2000 നോട്ടുണ്ടായിരുന്നു. എടുത്തു കൊടുക്കുമ്പോഴാണ് 500 ഉള്ളൂ. 3 അടി മണ്ണ്, 3 തലം, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. 3 ഇല്ല, 2 ഉള്ളൂ. ജാഗ്രതും സ്വപ്നവും ഒന്നാണ്. കഴിഞ്ഞ കൊല്ലം ഈ കാലത്ത് നടന്നൊക്കെ നമുക്ക് സ്വപ്നമായില്ലേ? നമ്മുടെ ഭൂതകാലം സ്വപ്നമായില്ലേ? നമ്മൾ ജാഗ്രതത്തിലാണെങ്കിലും ശരി, സ്വപ്നത്തിലാണ് ജീവിക്കുന്നത്. അതിലൊരു സുഷുപ്തിയും വരുന്നുണ്ട്. ഞാനിത് സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർ ജാഗ്രതയിൽ നിന്നൊന്നും സ്വപ്നത്തിലേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെയാണ്. ആ സ്വപ്നാവസ്ഥയിൽ നിന്ന് വീണ്ടും ജാഗ്രതത്തിലേക്ക് വരും, സുഷുപ്തിയിലേക്ക് പോകുന്നുണ്ട്. സ്വപ്നത്തിൽ ജാഗ്രത ഉണ്ട്. ഇതറിയാതെ ഒന്നും ശരിയാവുകയില്ല. സ്വപ്നം കണ്ടിട്ട് എണീറ്റ് നടന്നു എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ സ്വപ്നത്തിലൊരു ജാഗ്രതാവസ്ഥയുണ്ട്. ഇത് വൃക്ഷങ്ങൾക്കും ചെടികൾക്കൊക്കെ നമ്മളൊക്കെ എത്ര ശക്തമാണ്. നേരത്തെ പറഞ്ഞ പോലെ കുമരി ആസവം അതുകൊണ്ടുണ്ടാവണം. അതിനെ കുമരിയെ റെസ്പെക്ട് ചെയ്യണം. എൻ്റെ വീട്ടിലിപ്പോൾ കറ്റാർവാഴ എന്നാണ് നമ്മൾ പറയുക സാധാരണഗതിയിൽ. അലോവേര എന്ന് വിളിക്കും. ഇപ്പോൾ 70 തൈയുണ്ട്. ഒരു ദിവസം 25 തവണയെങ്കിലും അവരുടെ അടുത്ത് പോയിട്ട് വർത്തമാനം പറയും. അവരുടെ അടുത്ത് പോയിട്ട് പേരക്കുട്ടികളോട് വർത്തമാനം പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തഴുത്ത് വളരും. തഴുത്ത് വളരുന്നത് മാത്രമല്ല, അതിൻ്റെ വേരുകൾക്ക് ഭയങ്കര ശക്തിവിശേഷമാണ്. മരുഭൂമിയിൽ ആണ് ഇത് വളരുക. എന്തിനാ വളരണ അറിയോ? മരുഭൂമി കൂടെ പ്രാവുകൾ പറന്നു പോകും. നമുക്ക് ഗൾഫിലൊക്കെ പോയാൽ കാഴ്ച കാണാം. വളരായിട്ട് തൻ്റെ കുട്ടികൾക്ക് ദാഹിച്ചാൽ എന്ത് ചെയ്യും? പ്രകൃതി മാതാവ് ചിന്തിക്കുകയാണ്. മരുഭൂമി കൂടെ പറക്കുന്ന പക്ഷികൾക്ക് ദാഹിച്ചാൽ എന്താവും? അതിനുവേണ്ടി ഏത് ചൂടിലെയും ജലാംശം വലിച്ചെടുക്കത്തക്ക വിധമാണ് ഇതിൻ്റെ പ്രകൃതി. കുമരി എന്ന കറ്റാർവാഴ. ഈ പക്ഷികൾക്ക് ആര് പറഞ്ഞു കൊടുത്തു ഇതിൽ ജലാംശം ഉണ്ടെന്ന്? താഴോട്ട് പറഞ്ഞു വരും. കൊക്കുകൊണ്ട് കൊത്തി അതിൻ്റെ ജെല്ല് വലിച്ചെടുത്ത് പറഞ്ഞു തരും. പ്രകൃതിക്ക് ഭയങ്കര അത്ഭുത വിശേഷങ്ങളുണ്ട്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ വിചാരിച്ച പോലെയല്ല.
റെക്കിയുടെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ വിചാരിച്ച കമ്മ്യൂണിക്കേഷൻ അല്ല, മൊബൈൽ ഫോണിലൂടെയല്ല, ഒന്നുമല്ല. ഞാൻ താമസിക്കുന്ന മാങ്കാവിൽ, കോഴിക്കോട് ബേപ്പൂർ ഭാഗത്തു നിന്ന് ഒരു സംഘം നായകൾ എൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അവർ തമ്മിലിങ്ങനെ മാങ്കാവിൽ PR താമസിക്കുന്നുണ്ടെന്ന് അവർ സംസാരിച്ചിട്ടുണ്ടോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെ ഒരേ സമയത്ത് 8 എണ്ണം പുറപ്പെടണത്? അവർ തമ്മിൽ എന്ത് ആശയവിനിമയം നടത്തിയത്? PR വീട്ടിൽ പോകണം, അവിടെ പൂച്ച പെറ്റിട്ടുണ്ട്, അതിലത്തൊരു കുട്ടിയെ കൊന്നിട്ട് നമുക്ക് വരണം. ഒരു പൂച്ചക്കുട്ടിയെ കൊന്നാലാണ് പ്രകൃതിയുടെ ഇക്വിലിബ്രിയം കറക്റ്റാവുള്ളൂ. അവരുടെ ഡ്യൂട്ടിയാണ്. മതിൽ ചാടിയിട്ട് എങ്ങനെയൊക്കെയോ വന്നു, ബഹളം കേട്ട് വന്നു, ഒരു പൂച്ചക്കുട്ടിയെ കൊന്നു. അവർ പോയി. എവിടുന്നോ വന്നവർ കൂടിയോ, നാളെ നമുക്ക് ഇത്ര 10 മണിക്ക് പുറപ്പെടണം എന്ന് അവർ സംസാരിച്ചിട്ടുണ്ടോ? പ്രകൃതിയുടെ ഇക്വിലിബ്രിയം കറക്റ്റാക്കാൻ പെറ്റ കുട്ടികളെ തള്ളാൽ തിന്നുന്ന ജീവജാലങ്ങളില്ലേ, ആ കുട്ടികൾ അധികം വികലാംഗരൊക്കെ ആയിരിക്കും, ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത കുട്ടികളായിരിക്കും. പ്രസവം കഴിഞ്ഞിട്ട് തള്ള തന്നെ അതിനെ ഭക്ഷിക്കുന്നത് പ്രസവ ശുശ്രൂഷയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഏറ്റവും വലിയൊരു ശക്തിവിശേഷത്തെ, കാറ്റിനെ നമുക്ക് ഫാനിലൂടെ എന്ന് പറഞ്ഞ പോലെ, വെള്ളത്തിന് ഒരു പാത്രത്തിലൂടെ എന്ന് പറഞ്ഞ പോലെ, എല്ലാവരിലുള്ള ശക്തിവിശേഷം സാധാരണക്കാരുടെ ഈ ശക്തിവിശേഷം പ്രവർത്തിക്കാറുണ്ട്. പക്ഷേ ഒരു ഗുരുവിൽ നിന്ന് അവരൊന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഈ പവറിനെ നമുക്ക് കൈപ്പടത്തിലൂടെ കൊണ്ടുവരാം. ആ കൈപ്പടത്തിലൂടെ പോകുമ്പോൾ റെക്കി ചെയ്യുന്ന ആൾക്കത് മനസ്സിലാക്കും. അപ്പോൾ ഉണ്ടാകുന്ന നിമിഷങ്ങൾ വെച്ച്, നിമിത്തങ്ങൾ വെച്ച് ഇത് യേശുമോ നമുക്കറിയാൻ കഴിയും. പൊതുവെ ലോകക്ഷേമത്തിനല്ലാത്ത ഒരു കാര്യവും ഗുണം ചെയ്യില്ല. നോക്കൂ, തന്ത്രശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗം തന്നെ മന്ത്രവാദം. പക്ഷെ മന്ത്രവാദം ചെയ്യുന്നവർക്ക് മുഴുവൻ ദോഷങ്ങൾ വരാനുള്ള കാരണം എന്താണ്? കാരണം ലോകക്ഷേമത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ ലോകക്ഷേമം അതിൻ്റെ ഒരു ഭാഗമായ നമ്മുടെ ശരീരത്തിലേക്കും വന്നു. ലോകത്തിന് ദോഷമുള്ളൊരു കാര്യമാകുമ്പോൾ ആദ്യം അത് ശരീരത്തിനെ ബാധിക്കുന്നു, ലോകത്തിനും ദോഷം വരുന്നു. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ തകർച്ച സംഭവിക്കുന്നത്. ചീത്ത വാക്ക് പറയുമ്പോഴുള്ള കുഴപ്പം എന്താ വെച്ചാൽ ആദ്യം അത് കേട്ടത് നമ്മൾ തന്നെയാണുള്ളത്, അപ്പം അത് ദോഷം ചെയ്തു. നല്ലതാവുമ്പോൾ ആദ്യം നമുക്ക് നന്മയുണ്ടായി, അന്യർക്കും നന്മയുണ്ടായി. അതുകൊണ്ടാണ് അനുഗ്രഹിക്കുന്ന ആളും നന്മയെയാണ് കാണുന്നത്, റിസീവ് ചെയ്യുന്ന ആളും നന്മയാണ് കാണുന്നത്. റെക്കിയാകട്ടെ റിസീവ് ചെയ്യാൻ ആള് കാത്തിരിക്കണം. നാളെ 12 മണിക്കാണ് ഇൻ്റർവ്യൂ, ഒന്ന് 12 മണിക്ക് റെക്കി ചെയ്യണം എന്ന് പറയുമ്പോൾ അത് പറയണം, ആവശ്യപ്പെടണം. പറ്റുമെങ്കിൽ 12-ന് മുമ്പ് ഒരു മിസ്ഡ് കാളെങ്കിലും അടിച്ചാൽ അത്രയും നന്ദി. ഈ ശക്തിവിശേഷത്തിനെ ക്രോഡീകരിച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും. ഇന്ന് ഭാരതത്തിൽ പല സ്ഥലങ്ങളിലും ഇത് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. വളരെ വലിയ പബ്ലിസിറ്റി കൊടുക്കാതെ ഇത് കൈകാര്യം ചെയ്യുന്നവരുണ്ട്. കുട്ടിയുടെ രോഗം മാറ്റാൻ രോഗം എന്താണെന്ന് അറിയണ്ട, വലിയ പ്രോബ്ലം മാറാൻ ആ പ്രോബ്ലം എന്താ അറിയണ്ട. ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ആവുമ്പോൾ വ്യക്തിയെ കാണണം എന്ന് പോലും ഇല്ല. ആസ്ട്രേലിയയിലുള്ള ഒരു പ്രശ്നം തീർക്കാൻ റെക്കി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റെക്കി മാസ്റ്റർക്ക് ചെയ്യാനായിട്ട് കഴിയും. അതിൻ്റെ ഗുണമുണ്ടാവും. എന്താ പ്രശ്നമൊന്നും അറിയണ്ട. ഇതിൻ്റെ മുകളിൽ ഒന്നുണ്ട്, അത് കേരളത്തിൽ എൻ്റെ അറിവ് പ്രാക്ടീസ് ചെയ്യുന്നവർ എത്ര പേരുണ്ട് എനിക്കറിയില്ല. അതിൻ്റെ പേര് അൽഫാ മൈൻഡ് പവർ എന്നാണ്. അൽഫാ മൈൻഡ് പവർ ഇതുപോലുള്ള മറ്റൊരു വിഷയമാണ്, ഇന്ന് അതിലേക്ക് കടക്കുന്നില്ല. അൽഫാ മൈൻഡ് പവർ ഒരു കാര്യം അങ്ങോട്ട് പ്രാവർത്തികമാക്കലാണ്.
നമുക്കൊരു കാര്യം അങ്ങോട്ട് പ്രാവർത്തികം ആക്കുന്നതിൻ്റെ പേരാണ് ആൽഫാ മൈൻഡ്. അതിന് ഈ ആൽഫാ മൈൻഡിനെ നമ്മൾ വികസിപ്പിച്ചെടുത്താൽ മതി. താരതമ്യേന ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചുകൊണ്ട് അബദ്ധം ഒന്നുമില്ല. കുറേ കൂടി സുഖകരമായിട്ടുള്ള സന്തോഷത്തോടു കൂടിയൊരു ജീവിതം നമുക്ക് കിട്ടാനാണ് സാഹചര്യം ഉണ്ടാവുക. ഇത്തരം കാര്യങ്ങൾ അറിയാൻ വളരെ ക്ഷമയോടുകൂടി കേട്ടിരിക്കുന്ന ശ്രോതാക്കൾ ഉണ്ടെന്ന് അറിയുമ്പോൾ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥന എനിക്കുണ്ട്, ഉണ്ടാകണം. നിങ്ങളുടെ ഒക്കെ റെക്കി പവർ എനിക്ക് കിട്ടട്ടെ എന്നും എനിക്ക് തരണം എന്നും ഞാൻ അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.